ആഭിമുഖ്യത്തിൽ ഈ വേദപഠന ക്ലാസ്സിൽ നിങ്ങൾ ഇത്രയും പേർ പ്രാർത്ഥനാപൂർവ്വം സംബന്ധിക്കുന്നു എന്നുള്ളതിൽ ഉള്ള സന്തോഷവും നന്ദിയും അറിയിക്കുകയും എന്നെ ഈ പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിച്ച പ്രിയപ്പെട്ട അച്ഛനോടും എൻ്റെ സ്നേഹിതൻ പ്രിയപ്പെട്ട ജിനുവിനോടും ഇടവ മിഷന്റെ എല്ലാ ഭാരവാഹികളോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. പ്രിയപ്പെട്ട ജോൺ ടി തോമസ് അച്ഛന്റെ സാന്നിധ്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പഠന കൂട്ടായ്മയിൽ സംബന്ധിക്കുവാൻ എനിക്കും അവസരം ലഭിച്ചതിലുള്ള സന്തോഷം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ പഠന വിഷയം വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു പുസ്തകമായ വെളിപാട് പുസ്തകത്തെ ആസ്പദമാക്കിയാണ്. നമ്മളെല്ലാവരും വളരെ ക്രമീകൃതമായി വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർ. വേദപുസ്തകത്തിലെ പല പുസ്തകങ്ങളും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ഇടവക മിഷന്റെ ആഭിമുഖ്യത്തിൽ ഇതിനോടകം പഠിച്ചിട്ടുണ്ട്. എന്നാൽ വേദപുസ്തകത്തിലെ തന്നെ അവസാന പുസ്തകമായി ചേർത്തിരിക്കുന്ന വെളിപാട് പുസ്തകം വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പഠിക്കേണ്ട ഒരു പുസ്തകം. ഒരുപക്ഷെ നമ്മൾ വെളിപാട് പുസ്തകം വായിച്ചിട്ടുള്ളപ്പോൾ നമുക്കറിയാം അത് മറ്റ് പുസ്തകങ്ങളിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഒരു പുസ്തകമാണ്. അതിലുപയോഗിച്ചിരിക്കുന്ന പ്രതീകങ്ങൾ, അതിലുപയോഗിച്ചിരിക്കുന്ന ചില സംഖ്യകൾ, അതിൻ്റെ ചില ഭാഷാ രീതികളൊക്കെ മറ്റ് പുസ്തകത്തിൽ നിന്ന് വ്യത്യസ്തം. അതുകൊണ്ട് തന്നെ വളരെ ഗഹനമായ പഠനം ആവശ്യമുള്ള ഒരു പുസ്തകമാണ് വെളിപാട് പുസ്തകം. എന്നാൽ വെളിപാട് പുസ്തകത്തെക്കുറിച്ച് സമഗ്രമായ ഒരു പഠനം ഒരു മണിക്കൂർ കൊണ്ട് ഒരു കാരണവശാലും പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. തുടർച്ചയായി നമ്മൾ പല ക്ലാസ്സുകളിലായി പഠിക്കേണ്ട വളരെ ഗൗരവമായ വിഷയങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപാട് പുസ്തകം. എന്നാൽ നമ്മുടെ ഒരു മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഈ ക്ലാസ്സിൽ ഈ വെളിപാട് പുസ്തകത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ ടു ബുക്ക് ഓഫ് റെവലേഷൻ മാത്രം നൽകുവാനുള്ള സമയമേ നമുക്ക് ഉള്ളല്ലോ. നിങ്ങളെല്ലാവരും വളരെ പ്രാർത്ഥനാപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിൽ ശ്രദ്ധിക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. വെളിപാട് പുസ്തകത്തെക്കുറിച്ച് നമുക്ക് അതിലെ ഉള്ളടക്കം പരിശോധിക്കണമെങ്കിൽ, പഠിക്കണമെങ്കിൽ വെളിപാട് പുസ്തകം എഴുതിയ കാലഘട്ടത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടാകും. ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ദ ബുക്ക് ഓഫ് റെവലേഷൻ വാസ് റിട്ടൺ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ കണ്ടന്റ് ഓഫ് ദ ബുക്ക് ഓഫ് റെവലേഷൻ we need to study very systematically the context of the book of Revelation. വെളിപാട് പുസ്തകത്തിന്റെ ഉള്ളടക്കം നമ്മൾ പഠിക്കണമെങ്കിൽ അതിന്റെ സാഹചര്യങ്ങൾ, അത് എഴുതപ്പെട്ട ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഒരു പഠനം വളരെ ആവശ്യമാണ്. ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് തന്നെ നമുക്കൊരു മണിക്കൂർ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുണ്ട്. പക്ഷെ വളരെ പെട്ടെന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന ചില സ്ലൈഡിന്റെ ഹെഡിങ്സ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി മുമ്പോട്ട് പോകണം എന്നാണ് കരുതുന്നത്. നമുക്കറിയാം, പുതിയ നിയമത്തിലെ പുസ്തകങ്ങളൊക്കെ എഴുതപ്പെട്ട കാലഘട്ടത്തിൽ അന്ന് പ്രധാനമായും ഭരണം നടത്തിയിരുന്ന ഒരു ഭരണകൂടം റോമൻ ഭരണകൂടമായി. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. യേശു ജനിച്ച സമയത്ത്, യേശു ജീവിച്ച സമയത്ത്, യേശു ക്രൂശിൽ മരിച്ച സമയത്ത്, യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുകളിൽ, അതിനുശേഷം ആദിമസഭ വളർന്ന ആദ്യ നൂറ്റാണ്ടുകളിലെല്ലാം റോമൻ ഭരണത്തിന്റെ കീഴിലായിരുന്നു ക്രൈസ്തവ വിശ്വാസികൾ. നമുക്കറിയാവുന്നതുപോലെ ക്രിസ്തു വിശ്വാസത്തെ ഒട്ടും പ്രോത്സാഹിപ്പിച്ച ഒരു ഭരണകൂടമായിരുന്നില്ല റോമൻ ഭരണകൂടം. യേശുവിന്റെ ശുശ്രൂഷകളെ അവസാനിപ്പിക്കുവാൻ വേണ്ടി യേശുവിനെ ക്രൂശിൽ തറച്ച് കൊന്ന ഭരണകൂടമാണ് റോമൻ ഭരണകൂടം. എന്നാൽ യേശുവിന്റെ ക്രൂശുമരണത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം ഈ ക്രിസ്തു വിശ്വാസം പ്രചരിക്കുന്നത് കണ്ടപ്പോൾ, ക്രിസ്തു വിശ്വാസം റോമൻ സാമ്രാജ്യത്തിന്റെ പ്രോവിൻസുകളിൽ വ്യാപിക്കുന്നത് കണ്ടപ്പോൾ അന്നത്തെ റോമൻ ഭരണകൂടം വല്ലാതെ അസ്വസ്ഥരായി തീർന്നു എന്ന് നമുക്കറിയാം. അങ്ങനെയാണ് ഏഷ്യ മൈനറിൽ സഞ്ചരിച്ച് സുവിശേഷ വേല ചെയ്ത് യോഹന്നാനെ റോമൻ ഭരണകൂടം പിടിക്കുന്നതും പത്മോസ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് നാടുകടത്തും. ഈ പത്മോസ് ദ്വീപിൽ കിടന്നപ്പോൾ യോഹന്നാന് ദൈവം നൽകിയ ദർശനങ്ങളും അരുളപ്പാടുകളും ഏഷ്യ മൈനർ എന്ന് പറയുന്ന സ്ഥലത്തെ 7 സഭകൾക്ക് എഴുതി അറിയിച്ചതാണ് വെളിപാട് പുസ്തകം. ഏതൊക്കെയാണ് ഏഷ്യ മൈനറിലെ 7 സഭകൾ? നമ്മുടെ സ്ലൈഡിൽ ആദ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ. These are the 7 cities in Asia Minor and the churches were known in the name of the cities. സിറ്റികളുടെ പേരിലാണ് ഈ സഭകളും അറിയപ്പെട്ടത്. അതുകൊണ്ട് ഏഷ്യ മൈനറിലെ ഈ 7 പട്ടണങ്ങളും റോമൻ ഭരണത്തിന് കീഴിലായിരുന്നു എന്ന് ഞാൻ പറയുന്നതിലൂടെ ക്രിസ്തു വിശ്വാസം പ്രചരിപ്പിക്കുവാൻ ഒട്ടും എളുപ്പമുള്ള സ്ഥലമായിരുന്നില്ല
അവിടം എന്ന് നമുക്കറിയാം. അവിടെ പാർത്ത ക്രിസ്തു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ നിരവധി പീഡനങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണെന്നും നമ്മൾ മനസ്സിലാക്കും. വെളിപാട് പുസ്തകം എഴുതപ്പെട്ട കാലഘട്ടം ഏകദേശം AD 93-95 കാലഘട്ടമാണ്. അന്നത്തെ പ്രധാന ഭരണാധികാരി ഡൊമീഷ്യൻ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തിയാണ്. ഡൊമീഷ്യൻ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തിയാണ്. അപ്പൊ നമ്മൾ ആമുഖമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെളിപാട് പുസ്തകം എഴുതപ്പെട്ട കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് വെളിപാട് പുസ്തകത്തിൽ അഡ്രസ് ചെയ്യുന്ന 7 സഭകളും റോമൻ ഭരണത്തിന് കീഴിലുള്ള ഏഷ്യ മൈനർ എന്ന് പറയുന്ന പ്രവിശ്യയിൽ ഉൾപ്പെട്ട സഭകളായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ പരസ്യമായി ആരാധിക്കുവാനോ ക്രിസ്തു വിശ്വാസം പ്രചരിപ്പിക്കുവാനോ പബ്ലിക്കായി കടന്നു വന്ന് ക്രിസ്തുവിനെ ആരാധിക്കുവാനോ ഉള്ള അവസരവും അവകാശവും നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. അന്ന് റോമൻ ഭരണത്തിന് കീഴിലായിരുന്നു ഈ പ്രവിശ്യ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത്തെ സ്ലൈഡിന് കൊടുത്ത തലക്കെട്ട് റോമൻ ഇംപീരിയലിസം ഇൻ ഏഷ്യ മൈനർ. ഈ ഏഷ്യ മൈനർ റീജിയൻ റോമൻ ഭരണത്തിന്റെ കീഴിൽ വന്നത് BC 133 മുതലാണ്. അതായത് യേശുവിന്റെ കാലഘട്ടത്തിന് വളരെ മുമ്പ് കാലഘട്ടം മുതൽക്ക് തന്നെ ഈ പ്രദേശം റോമൻ ഭരണത്തിന് കീഴിലുള്ള ഒരു പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് ക്രിസ്തു വിശ്വാസിയായി ജീവിക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു എന്ന് നമ്മൾ പഠിക്കും. റോമൻ ഭരണകൂടം പലതരത്തിലുള്ള ഉപദ്രവ മാർഗങ്ങൾ അല്ലെങ്കിൽ പീഡനങ്ങൾ ക്രിസ്തു വിശ്വാസികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. നമുക്കതെല്ലാം ഇന്ന് വിശദമായി പഠിക്കാൻ സമയമില്ലെങ്കിലും നമ്മൾ വെളിപാട് പുസ്തക പഠനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി പഠിക്കും. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സ്ലൈഡിന്റെ തലക്കെട്ടായി കൊടുത്തിരിക്കുന്ന ഇംപീരിയൽ കൾട്ട് എന്ന് പറയുന്നത്, അതായത് ചക്രവർത്തി ആരാധന. റോമാക്കാർ ദൈവങ്ങളായി ആരാധിച്ചിരുന്നത് അവരുടെ ചക്രവർത്തിമാരെ ആയിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏഷ്യ മൈനറിലെ 7 സഭകൾ സ്ഥിതി ചെയ്യുന്ന 7 പട്ടണങ്ങളും ചക്രവർത്തി ആരാധനയുടെ ഔദ്യോഗിക കേന്ദ്രങ്ങളായിരുന്നു. അതുകൊണ്ട് ഈ പട്ടണങ്ങൾക്ക് ഒരു പദവി ഉണ്ടായിരുന്നു. ആ പദവിയാണ് ഇതിന്റെ ആദ്യത്തെ ലൈനിൽ ഞാൻ ചേർത്തിരിക്കുന്നത്. 7 cities are neocorates. Neocorates means ഒഫീഷ്യൽ സെന്റർ ഫോർ ഇംപീരിയൽ കൾട്ട്. ഇതിന്റെ അർത്ഥം ഈ പട്ടണങ്ങളെല്ലാം ചക്രവർത്തി ആരാധനയുടെ ഔദ്യോഗിക കേന്ദ്രങ്ങളായിരുന്നു. പ്രത്യേകിച്ച് ജൂലിയസ് സീസർ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഗസ്റ്റസ് സീസർ യേശു ജനിച്ച സമയത്ത് റോമൻ ചക്രവർത്തിയായിരുന്നു അഗസ്റ്റസ് സീസർ. റോമ, നീറോ തുടങ്ങിയ ചക്രവർത്തിമാരുടെ പ്രതിമകൾ ഈ പട്ടണങ്ങളുടെ, ഏഷ്യ മൈനറിലെ 7 സഭകൾ സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളുടെ പ്രധാന ഭാഗത്ത് അവർ ഉയർത്തി കെട്ടിയിട്ടുണ്ട്. വെളിപാട് പുസ്തകം എഴുതപ്പെട്ട കാലഘട്ടത്തിലെ ചക്രവർത്തിയായ ഡൊമീഷ്യൻ ജനങ്ങൾക്ക് കൊടുത്ത കൽപ്പനകളിൽ ഒരു കൽപ്പന, നിങ്ങൾ ആരെയെങ്കിലും ഈ പട്ടണത്തിൽ താമസിച്ചുകൊണ്ട് ആരാധിക്കുകയാണെങ്കിൽ ആരെ മാത്രമേ ആരാധിക്കാവൂ? ചക്രവർത്തിമാരെ മാത്രമേ ആരാധിക്കാവൂ എന്ന് കൽപ്പന പുറപ്പെടുവിച്ച ഒരു കാലഘട്ടത്തിലാണ് വെളിപാട് പുസ്തകം എഴുതിയത്. There are evidence of imperial cult, imperial altar, imperial priest. അതായത് ചക്രവർത്തി ആരാധനയുടെ ക്ഷേത്രങ്ങൾ, ചക്രവർത്തി ആരാധനയ്ക്ക് വേണ്ടിയുള്ള അൾത്താരകൾ, ചക്രവർത്തി ആരാധനയെ നിയന്ത്രിക്കുന്ന ഇംപീരിയൽ പ്രീസ്റ്റ്, ഇവരുടെ എല്ലാം പ്രസൻസ് ഈ 7 പട്ടണങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഏഷ്യ മൈനറിലെ 7 സഭകളിലെ ക്രിസ്തു വിശ്വാസികൾ അഭിമുഖീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ സംബന്ധമായ പ്രതിസന്ധിയും പ്രലോഭനവും ഞങ്ങൾ ഈ പട്ടണത്തിൽ പാർത്തുകൊണ്ട് ചക്രവർത്തിയെ ആരാധിക്കണോ അതോ ക്രിസ്തുവിനെ ആരാധിക്കണമോ എന്നുള്ളത്. അതുകൊണ്ട് ചക്രവർത്തി ആരാധന നിയമപരമായി നിർബന്ധമാക്കിയ ഒരു കാലഘട്ടമായിരുന്നു വെളിപാട് പുസ്തകത്തിൽ. മറ്റൊരു കൽപ്പന ഡൊമീഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തി ജനങ്ങൾക്ക് കൊടുത്തത്, നിങ്ങൾ ആരെയെങ്കിലും രക്ഷകൻ എന്ന് അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ കർത്താവും ദൈവവും എന്ന് ആരെങ്കിലും അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ റോമൻ ചക്രവർത്തിമാരെ മാത്രമേ ചെയ്യാവൂ എന്ന കൽപ്പന പുറപ്പെടുവിച്ച കാലഘട്ടമാണ്. യു ഷുഡ് കോൾ മീ ആസ് ഡോമിനസ് എറ്റ് ഡ്യൂസ്. അതായത് കർത്താവും ദൈവവും എന്നൊരാളെ നിങ്ങൾക്ക് അഭിസംബോധന ചെയ്യണമെങ്കിൽ ആരെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ? ചക്രവർത്തിമാരെ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന ഔദ്യോഗികമായി കൽപ്പന പുറപ്പെടുവിച്ച ഒരു കാലഘട്ടം. രക്ഷകൻ എന്ന് അഭിസംബോധന ചെയ്യണമെങ്കിൽ ചക്രവർത്തിയെ മാത്രമേ പറ്റുകയുള്ളൂ എന്ന് കൽപ്പന പുറപ്പെടുവിച്ച കാലഘട്ടം. നിങ്ങൾ ഓർത്തു നോക്കണം, ഈ റോമൻ ചക്രവർത്തിമാർ എത്ര ബുദ്ധിമാന്മാരായിരുന്നു. നമുക്കറിയാം അവരുടെ ഭരണം ചൂഷണം നിറഞ്ഞതാണ്, അഴിമതി നിറഞ്ഞതാണ്, രക്തച്ചൊരിച്ചിൽ നിറഞ്ഞതാണ്, യുദ്ധസമാനമായ ഒരു ഭരണകൂടമായിരുന്നു. പക്ഷെ ജനങ്ങൾ അവരെ എതിർക്കാതിരിക്കാൻ അവരെന്ത് ചെയ്തു എന്നറിയാമോ? ഭരണാധികാരി തന്നെ ദൈവത്തിന്റെ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിക്കുകയാണ്. കാരണം ഒരു ഭരണാധികാരിയെ ദൈവമായി ജനം കണ്ടു കഴിഞ്ഞാൽ പിന്നെ എതിർക്കത്തില്ലല്ലോ, അദ്ദേഹത്തെ ആരാധിക്കുകയാണല്ലോ. അതുകൊണ്ട്
ഭരണാധികാരി തന്നെ ആരായി മാറുകയാണെന്നറിയാമോ? ദൈവമായി മാറുകയാണ്. ഭരണാധികാരിയെ ആരാധിക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിക്കുക. ഭരണാധികാരിയെ കർത്താവും ദൈവവും രക്ഷകൻ എന്ന് വിളിക്കണം എന്ന് കൽപ്പന പുറപ്പെടുവിച്ച ഒരു കാലഘട്ടത്തിലാണ് ഏത് പുസ്തകം എഴുതിയത്? വെളിപാട് പുസ്തകം എഴുതിയത്. അതുകൊണ്ട് ഏഷ്യ മൈനറിലെ 7 സഭകളിലെ ക്രിസ്തു വിശ്വാസികൾ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ വിശ്വാസ സംബന്ധമായ പ്രതിസന്ധി എന്ന് പറയുന്നത്, ഞങ്ങൾ ഈ പട്ടണത്തിൽ പാർത്തുകൊണ്ട് കർത്താവിനെ ആരാധിക്കണോ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കണോ, അതോ ചക്രവർത്തിയെ ആരാധിക്കണോ? നമ്മളെക്കാൾ അതിബുദ്ധിമാന്മാരായിരുന്നു ഏഷ്യ മൈനറിലെ ക്രിസ്തു വിശ്വാസി. അവർ വളരെ പെട്ടെന്ന് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി. അവർ മനസ്സിലാക്കി, ഞങ്ങൾ ചക്രവർത്തിയെ ആരാധിച്ചാൽ ഞങ്ങൾക്ക് ധാരാളം നേട്ടങ്ങളുണ്ട്. ഞങ്ങൾക്ക് സന്തോഷത്തോടെ ഈ പട്ടണത്തിൽ പാർക്കാം, നല്ല തൊഴിൽ ചെയ്ത് ജീവിക്കാം, പെർസിക്യൂഷനെ നേരിടേണ്ടി വരികയില്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, അവർ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിനെ ആരാധിക്കുകയും ചെയ്യേണ്ട ക്രിസ്തു വിശ്വാസികളിൽ പലരും ഈ പ്രലോഭനങ്ങളിൽ അടിമപ്പെട്ട് ചക്രവർത്തി ആരാധനയിലേക്ക് വഴുതി. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ലവോദിക്യ സഭയ്ക്കുള്ള സന്ദേശത്തിൽ വായിക്കുന്നത്, നിങ്ങൾ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. യു ആർ നൈദർ ഹോട്ട്, യു ആർ നൈദർ കോൾഡ്, ബട്ട് യു ആർ ഇൻ എ ലൂക്ക്വാം സിറ്റുവേഷൻ എന്ന് വിളിച്ച് വിമർശിക്കുവാനുള്ള ഒരു കാരണം, ഈ ക്രിസ്തു വിശ്വാസികളിൽ പലരും ചക്രവർത്തി ആരാധനയിലേക്കും ചക്രവർത്തിയുടെ വിഗ്രഹത്തിന് മുമ്പിൽ അർപ്പിച്ച ഭക്ഷണങ്ങളിലേക്കും വഴുതിപ്പോയത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്താണ് ഇമ്പീരിയൽ കൾട്ട് എന്ന് മനസ്സിലാക്കാതെ, അതുയർത്തിയ വെല്ലുവിളികളും പ്രലോഭനങ്ങളും എന്താണെന്ന് മനസ്സിലാക്കാതെ നമുക്ക് ഒരിക്കലും വെളിപാട് പുസ്തകത്തിന്റെ അർത്ഥം മനസ്സിലാകില്ല. മറ്റൊരു വലിയ വിശ്വാസ സംബന്ധിയായ പ്രതിസന്ധി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ധാരാളം പ്രാദേശിക ദൈവങ്ങളെ ആരാധിക്കുന്ന ആരാധനകൾ ഏഷ്യ മൈനറിൽ സജീവമായിരുന്നു. പ്രാദേശിക ദൈവം എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശത്തും പ്രാധാന്യമുള്ള ദൈവങ്ങളെയാണ് ലോക്കൽ കൾട്ടുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം, എഫെസോസ് എന്ന് പറയുന്ന ഏഷ്യ മൈനറിലെ ഒരു പട്ടണമായിരുന്നു. അവിടെ ആർത്തമീസ് എന്ന് പറയുന്ന ദേവിയുടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. ഈ ആർത്തമീസ് ദേവി ഫെർട്ടിലിറ്റിയുടെ ഒരു കൾട്ടാണ്. എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുടെ ഒരു ദേവതയാണ്. നമ്മളൊരു കൃഷി ചെയ്താൽ നമുക്ക് സമൃദ്ധി ലഭിക്കണമെങ്കിൽ ഈ ആർത്തമീസ് ദേവിയെ ആരാധിച്ചാൽ മതി. അതുകൊണ്ട് എഫെസോസ് ആർത്തമീസ് ദേവിയുടെ ആരാധനയുടെ കേന്ദ്രമായി. ഏഷ്യ മൈനറിലെ മറ്റൊരു പട്ടണമാണ് പെർഗമോസ്, പെർഗമം എന്ന് ഇംഗ്ലീഷിൽ പറയും. അവിടെ ഏഷ്യ മൈനറിലെ സൗഖ്യദായക ദേവൻ അസ്ക്ലപ്പിയോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അസ്ക്ലപ്പിയോസിന്റെ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെർഗമോസിലെ ക്രിസ്തു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ അസ്ക്ലപ്പിയോസിന്റെ ക്ഷേത്രത്തിലേക്ക് തിരിഞ്ഞ സൗഖ്യദായക ദേവനാണ്. അവിടെ പോയി ആരാധിക്കാനുള്ള വെല്ലുവിളിയുണ്ട്. ഇതുകൂടാതെ ഈ ഏഷ്യ മൈനറിൽ വളരെ സജീവമായിരുന്ന ഒരു ലോക്കൽ കൾട്ടായിരുന്നു സൈബല്ലെ. സൈബല്ലെ എന്ന് പറഞ്ഞാൽ മദർ എർത്ത് എന്നാണ് അതിന്റെ അർത്ഥം. പ്രകൃതി ദേവതയെ ആരാധിക്കുന്ന, പ്രകൃതി ശക്തികളെ ആരാധിക്കുന്ന ആരാധനകൾ അവിടെ സജീവമായി. ഇതുകൂടാതെ വളരെ നിഗൂഢ മതങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അതിനാണ് ഇസിസ്, ഒസിറിസ്, മിത്ര കൾട്ട് എന്നൊക്കെ പറയുന്നത്. അതിന്റെ പേര് മാത്രം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു വശത്ത് ചക്രവർത്തി ആരാധന നിയമപരമായി നിർബന്ധമാക്കിയ കാലഘട്ടം, മറുവശത്ത് സമ്പൽ സമൃദ്ധിയുടെ ദേവീ ദേവന്മാരെ ആരാധിക്കുന്ന, പ്രകൃതി ശക്തികളെ ആരാധിക്കുന്ന ആരാധനകൾ മറുവശത്ത്. ഇതിന്റെ ഇടയിലാണ് ആര് ജീവിക്കുന്നത്? ക്രിസ്തു വിശ്വാസം. അവരെ സംബന്ധിച്ച് ദൈവത്തെ ആരാധിക്കണം, യേശു കർത്താവിനെ ആരാധിക്കണോ, അതോ ചക്രവർത്തിയെ ആരാധിക്കണോ, പ്രാദേശിക ദൈവങ്ങളെ ആരാധിക്കണോ എന്നുള്ള പ്രതിസന്ധി അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ വെളിപാട് പുസ്തകത്തെ പഠിക്കേണ്ടത്. വെളിപാട് പുസ്തകത്തിലെ 22 അധ്യായങ്ങളുള്ള പുസ്തകത്തിലെ 8 അധ്യായങ്ങൾ, അതായത് ഏകദേശം 1/3 അധ്യായങ്ങൾ എന്തിനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അറിയാമോ? യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കിടന്നുകൊണ്ട് കാണുന്ന സ്വർഗീയ ആരാധനയെക്കുറിച്ച്. അതുകൊണ്ട് വെളിപാട് പുസ്തകത്തിന്റെ 1/3 ഭാഗങ്ങളിൽ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കിടന്നുകൊണ്ട് കാണുന്ന സ്വർഗീയ ആരാധന, ഹെവൻലി വർഷിപ്പിന്റെ പ്രത്യേകതകൾ എഴുതി അറിയിക്കുകയാണ് ഏഷ്യ മൈനറിലെ ക്രിസ്തു വിശ്വാസികളെ. ആരൊക്കെയാണ് ആരാധനയിൽ പങ്കെടുക്കുന്നത്, ആരാധനയിൽ പങ്കെടുക്കുന്നവർ പാടുന്ന പാട്ടിന്റെ ഉള്ളടക്കം എന്താണ്, അവർ ആരാധനയിൽ പങ്കെടുക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ എഴുതി അറിയിക്കുകയാണ്. നമ്മൾ 7-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ, എണ്ണിക്കൂടാൻ പറ്റാത്ത വലിയ പുരുഷാരം വെള്ളനിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് നടുവിലിരിക്കുന്ന ദൈവത്തെയും കുഞ്ഞാടിനെയും ആരാധിക്കുന്നു. രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ ആർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള രേഖപ്പെടുത്തലുകളുടെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അന്നത്തെ ക്രിസ്തു വിശ്വാസികൾ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ വിശ്വാസ പ്രതിസന്ധി ആരാധനയെ സംബന്ധിക്കുന്ന പ്രതിസന്ധിയാണ്. അവർക്ക് ആരാധനയെ സംബന്ധിച്ച് നിരവധി സംശയങ്ങൾ അവരുടെ ഉള്ളിൽ രൂപപ്പെട്ടു. അതിനെ പ്രതിരോധിക്കുവാനാണ് യഥാർത്ഥ ആരാധന എന്താണെന്നും, എങ്ങനെയാണ് നിങ്ങൾ ദൈവത്തെ ആരാധിക്കേണ്ടത്, ആരാധനയിൽ പങ്കെടുക്കുന്നവർ എങ്ങനെയാണ് ആരാധനയിൽ പങ്കെടുക്കേണ്ടതെന്നും കൃത്യമായി രേഖപ്പെടുത്തും. അവർ വെള്ളനിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് നടുവിലുള്ള ദൈവത്തെയും കുഞ്ഞാടിനെയും ആരാധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, ആ സ്വർഗീയ ആരാധനയുടെ പ്രത്യേകതകൾ എഴുതി അറിയിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ,
അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ചക്രവർത്തി ആരാധനയും പ്രാദേശിക ദൈവിക ആരാധനയും ഉയർത്തിയ വെല്ലുവിളി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. ഇതിന്റെ പശ്ചാത്തലവുമായി ഗൗരവമായി ബന്ധപ്പെട്ട ഒരു കാര്യം. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളടക്കത്തിലേക്ക് വളരെ പെട്ടെന്ന് പ്രവേശിക്കും. ഒന്ന്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്തു വിശ്വാസികൾ നേരിടേണ്ടി വന്ന നിരവധി പീഡനങ്ങളാണ് ഈ റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ. നമുക്കറിയാം, ക്രിസ്തു വിശ്വാസത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ച ഒരു ഭരണകൂടമായിരുന്നില്ലല്ലോ റോമൻ ഭരണകൂടം. അവർ ക്രിസ്തുവിശ്വാസികളെ ഉപദ്രവിക്കുവാൻ പല കാരണങ്ങൾ കണ്ടെത്തി. മനസ്സിലായോ? ഒരു കാരണം കേൾക്കുമ്പോൾ നിങ്ങൾക്കും വളരെ വിചിത്രമായിട്ട് തോന്നും. അവരുടെ പ്രവിശ്യകളിൽ എവിടെയെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായാൽ, നാച്ചുറൽ കലാമിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഭൂകമ്പമോ ഒരു അഗ്നിബാധയോ ഒരു വെള്ളപ്പൊക്കമോ ഒക്കെ ഉണ്ടായാൽ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് അറിയാമോ? ബിക്കോസ് ഓഫ് ക്രിസ്ത്യൻ പ്രസൻസ്. ഇവിടെ ക്രിസ്തീയ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞുപോലും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഒരു ഭരണകൂടമായിരുന്നു റോമൻ ഭരണകൂടം. നമ്മളൊക്കെ സ്കൂളിൽ ഒക്കെ പഠിക്കുന്ന സമയത്ത്, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ നീറോ ചക്രവർത്തിയെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. നീറോ ചക്രവർത്തിയെ കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, റോം കത്തിയെരിഞ്ഞപ്പോൾ നീറോ വീണ വായിച്ചു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട് നീറോ തന്നെ കത്തിച്ച അഗ്നിബാധയാണ്. പക്ഷേ റോമിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഒരു അഗ്നിബാധ ഉണ്ടായപ്പോൾ അത് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ പറ്റിയ ഒരു മാർഗമായി ആര് കണ്ടു? നീറോ കണ്ടു. കാരണം ഇവിടെ ഒരു അഗ്നിബാധ ഉണ്ടായതിന്റെ കാരണം എന്താണ്? ഇവിടെ ക്രിസ്ത്യൻ പ്രസൻസ് ഉള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞുപോലും ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു. ഇതിന്റെ പേരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ക്രൂരമായ പീഡനം അഴിച്ചുവിട്ട ഒരു റോമൻ ചക്രവർത്തിയാണ് നീറോ. നീറോ എന്ന് പറയുന്ന ചക്രവർത്തി AD 63-65 കാലഘട്ടത്തിൽ ഭരണം നടത്തിയ ആളാണ്. എന്നാൽ അത് കഴിഞ്ഞ് 30 വർഷം കഴിഞ്ഞാണ് വെളിപാട് പുസ്തകം എഴുതുന്നത് എന്നുള്ളത് നമ്മൾ ഇപ്പോൾ പറഞ്ഞു മനസ്സിലാക്കി. പക്ഷേ ഈ റോമൻ ഭരണാധികാരികളുടെ ക്രിസ്ത്യാനികളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിൽ വേണം. നീറോ എന്തു ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബ് കണ്ടിട്ടുണ്ട്. റോമിലേക്ക് പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള മരങ്ങളിൽ ക്രിസ്ത്യാനികളുടെ ശരീരം വലിച്ചു കെട്ടി അദ്ദേഹം രാത്രി അവരുടെ ശരീരം കത്തിച്ച് സ്ട്രീറ്റ് ലൈറ്റുകളായി ഉപയോഗിച്ചു. മൂർത്ത ആയുധങ്ങളുടെ മുകളിൽ ക്രിസ്ത്യാനികളെ ഫ്ലാറ്റായി കിടത്തും. നമ്മൾ ഡൺലപ്പ് മെത്തേൽ കിടന്നാലും തിരിഞ്ഞും മറിഞ്ഞുമാണ് കിടക്കുന്നത്. ഈ ആയുധം ശരീരത്തിൽ തുളച്ചു കയറി അനേക ക്രിസ്ത്യാനികൾ നീറോയുടെ കാലഘട്ടത്തിൽ രക്തസാക്ഷിയായി. മൃഗങ്ങളുടെ തോലിൽ ക്രിസ്ത്യാനികളുടെ ശരീരം ചുറ്റിയതിന് ശേഷം അവരെ വെയിലത്തിടും. നമുക്കറിയാം, മൃഗങ്ങളുടെ തോല് വെയിലടിക്കുമ്പോൾ വികസിക്കുകയല്ല, പിന്നെ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ചുരുങ്ങുകയാണ്. അങ്ങനെ ഇതിൽ ചുരുങ്ങി അനേക ക്രിസ്ത്യാനികൾ ശ്വാസം കിട്ടാതെ മരിച്ച ഒരു കാലഘട്ടമാണ് നീറോയുടെ പെർസിക്യൂഷൻ പീരീഡ്. ഇതെല്ലാം സഹിക്കാം. നീറോയും പരിവാരങ്ങളും വലിയ സ്റ്റേഡിയം പോലുള്ള ഉയർന്ന സ്ഥലങ്ങളിലിരിക്കും. ദിവസങ്ങളോളം പട്ടിണിക്കിട്ട വന്യമൃഗങ്ങളെ ക്രിസ്തുവിശ്വാസികളുടെ മുമ്പിൽ അഴിച്ചു. ഈ വന്യമൃഗങ്ങൾ, പട്ടിണിക്ക് കിടന്ന വന്യമൃഗങ്ങളാണ്. അവർ ക്രിസ്ത്യാനികളുടെ ശരീരത്തിൽ ചാടിക്കേറി അവരുടെ ശരീരത്തെ ഛിന്നഭിന്നമാക്കി ആഹരിക്കുന്നത് കണ്ട് വലിയ സ്റ്റേഡിയം പോലുള്ള സ്ഥലത്തിരുന്ന് കൈകൊട്ടി ആഹ്ലാദിച്ച ഒരു ഭരണകൂടമാണ്. അതുകൊണ്ട് റോമൻ സാമ്രാജ്യത്തിലെ ഒരു ചക്രവർത്തി തുടങ്ങി വെച്ച പീഡനത്തിന്റെ പല രീതിയിലുള്ള വേർഷൻസ് അടുത്ത ചക്രവർത്തിമാരും ആവിഷ്കരിച്ചു. പക്ഷെ വെളിപാട് പുസ്തകത്തിന്റെ പഠനം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നീറോയുടെ പീഡന കാലം പോലെ ഒരു പ്രോഗ്രമാറ്റിക് പെർസിക്യൂഷന്റെ പീരീഡ് ആയിരുന്നില്ല ഡൊമീഷ്യന്റെ പീരീഡ്. പ്രോഗ്രമാറ്റിക്, അതായത് ക്രിസ്ത്യാനികളെ കൂട്ടമായി സംഘമായി കൊന്നൊടുക്കുന്ന ഒരു രീതി ഡൊമീഷ്യന്റെ കാലഘട്ടത്തിൽ ഇല്ല. ബട്ട് ദെയർ ആർ ലോക്കൽ പെർസിക്യൂഷൻ, ദെയർ ആർ സ്പൊറാഡിക് പെർസിക്യൂഷൻ. അവിടെയും ഇവിടെയും പെർസിക്യൂഷൻസ് ഉണ്ടായിരുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പെർസിക്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ പെർഗമോസിലെ സഭയ്ക്കുള്ള സന്ദേശത്തിൽ വായിക്കുന്നുണ്ട്, അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം തള്ളിക്കളഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിലും പീഡനം ഉണ്ടായിരുന്നു. മാത്രമല്ല, നീറോയുടെ കാലഘട്ടത്തിൽ അവർ തുടങ്ങിയ പീഡന മുറകൾ മറ്റ് ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിലും ആവർത്തിക്കും എന്നുള്ള ഒരു ഭയം, ഒരു പേടി ക്രിസ്തുവിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ ക്രിസ്തുവിശ്വാസികളെ പല രീതിയിൽ ഉപദ്രവിച്ച ഭരണകൂടമാണ് റോമൻ ഭരണം. ഇത് മാത്രമല്ല, അമിതമായ ടാക്സ് അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചു. ടാക്സ് കൊടുക്കാൻ പറ്റാത്തവരുടെ കൃഷിഭൂമികൾ കണ്ടുകെട്ടുന്ന ലാറ്റിഫണ്ടിയ പോലുള്ള നിയമങ്ങൾ അവർ ആവിഷ്കരിച്ചു. മനസ്സിലായോ? അതുകൊണ്ട് സാധാരണക്കാരെ ഉപദ്രവിക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിശ്വാസികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ ഉപദ്രവിക്കുന്ന, പീഡിപ്പിക്കുന്ന, അവർക്ക് പരസ്യമായി അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന, അവരെ തൊഴിലിൽ നിന്ന് പുറത്താക്കുന്ന, അമിത ടാക്സ് സമ്പ്രദായം ഏർപ്പെടുത്തുന്ന, അവരെ വളരെ സംശയത്തോടുകൂടി കാണുന്ന, അവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ തകർത്തു കളയുന്ന ഒരു ഭരണകൂടത്തിന്റെ കോണ്ടക്സ്റ്റിലാണ് നമ്മൾ ഈ ബുക്ക് ഓഫ് റെവലേഷനെ വായിക്കുന്നത്. നിങ്ങൾ ഓർത്തു നോക്കിയ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് എങ്ങനെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും?
നമ്മൾ ഇന്ന് എത്ര സന്തോഷത്തോടെയാണ് ഭവനങ്ങളിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇരുന്ന് വേദപുസ്തകം പഠിക്കുക. എന്നാൽ ഒന്നാം നൂറ്റാണ്ടിലെ ആദ്യ നൂറ്റാണ്ടിലെ ക്രിസ്തു വിശ്വാസികൾക്ക് ക്രിസ്തുവിന്റെ പേരിൽ പരസ്യമായി ചേർന്ന് വരുവാൻ പോലും അവകാശം നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വിശ്വാസത്തിന്റെ പേരിൽ പീഡനങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ആരാണ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത്? പലപ്പോഴും വിശ്വാസത്തിൽ പിന്നോക്കം പോകുവാനുള്ള സാധ്യതയുണ്ട്, പിന്മാറിപ്പോകുവാനുള്ള സാധ്യതയുണ്ട്, നിരാശയുടെ നീർച്ചുഴിയിലേക്ക് ഇറങ്ങിപ്പോകുവാനുള്ള സാഹചര്യം. ഇങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ യോഹന്നാൻ ചെയ്യുന്ന ഒരു വലിയ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ, പത്മോസ് ദ്വീപിൽ കിടന്നപ്പോൾ തന്നെ ശക്തീകരിച്ച, തന്നെ ബലപ്പെടുത്തിയ ദൈവത്തിന്റെ ദർശനങ്ങളും അരുളപ്പാടുകളും അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഏഷ്യ മൈനറിലെ റോമൻ സാമ്രാജ്യത്തിന്റെ പ്രവിശ്യയായ ഏഷ്യ മൈനറിലെ 7 സഭകളിലെ ക്രിസ്തു വിശ്വാസികളെ എഴുതി അറിയിക്കുന്നു. അങ്ങനെ എഴുതി അറിയിക്കുന്ന ഏകദേശം 22 അധ്യായങ്ങളുള്ള ഒരു പുസ്തകമാണ് ബുക്ക് ഓഫ് റെവലേഷൻ. അങ്ങനെയെങ്കിൽ ബുക്ക് ഓഫ് റെവലേഷന്റെ ഉള്ളടക്കം എന്താണ് എന്ന് ആര് ചോദിച്ചാലും വളരെ പെട്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത് വിശ്വാസവും പ്രത്യാശയുമാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം. ഫെയ്ത്ത് ആൻഡ് ഹോപ്പ്, അതാണ് ഇതിന്റെ പ്രധാന ഉള്ളടക്കം. മനസ്സിലായോ? അതുകൊണ്ട് ക്രിസ്തു വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുക. കാരണം പീഡനങ്ങൾ തൊട്ടു മുമ്പിൽ വരുമ്പോൾ, അവരുടെ അനുദിന ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പേരിൽ സംഘർഷങ്ങൾ ഏറി വരുമ്പോൾ ആര് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും? പിന്മാറ്റത്തിലായി തീരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവമക്കളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി എഴുതിയ ഒരു പുസ്തകമാണ് വെളിപാട് പുസ്തകം. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ അനുദിന ജീവിതത്തിൽ സംഘർഷങ്ങൾ ഏറെയാണ്. മനസ്സിലായോ? പ്രതീക്ഷ നഷ്ടപ്പെട്ട സാഹചര്യമാണ്. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നാൽ നാളെ എങ്ങനെ ഉണർന്നെഴുന്നേൽക്കും എന്നോർത്ത് അസ്വസ്ഥ ചിത്തരായി കഴിയുകയാണ്. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്ന കാലഘട്ടമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവർക്ക് പ്രതീക്ഷ നൽകുന്ന, അവർക്ക് പ്രത്യാശ നൽകുന്ന, അവരുടെ നിരാശാജനകമായ ജീവിതം മാറിപ്പോകും എന്നുള്ള മുന്നറിയിപ്പ് അവർക്ക് നൽകുന്ന ശ്രദ്ധേയമായ ഒരു പുസ്തകമാണ് വെളിപാട് പുസ്തകം. അവരെ പീഡിപ്പിക്കുന്ന റോമൻ സാമ്രാജ്യത്തിന് പതനമുണ്ടാകും എന്ന് കൃത്യമായി ഒരു പ്രവാചക ശൈലിയിൽ അവരെ പഠിപ്പിക്കുന്ന പുസ്തകമാണ്. അതുകൊണ്ട് അവർ അന്ന് കടന്നു പോകുന്ന വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും നൊമ്പരങ്ങളും താൽക്കാലികമാണെന്നും അതിനപ്പുറത്ത് ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഉണ്ടെന്നുള്ള പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന പുസ്തകമാണ് വെളിപാട് പുസ്തകം. അതുകൊണ്ട് നമ്മൾ പേടിക്കുന്നത് പോലെ വലിയ സങ്കീർണമായ പുസ്തകമൊന്നുമല്ല വെളിപാട് പുസ്തകം. അത് എഴുതപ്പെട്ട കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കിയാൽ, അത് എഴുതപ്പെട്ട സാഹചര്യം നമുക്ക് മനസ്സിലായാൽ തീർച്ചയായിട്ടും ഈ വെളിപാട് പുസ്തകത്തിന്റെ ആശയം മനസ്സിലാക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് നമുക്കിന്ന് പരിമിതമായ സമയമാണ്. ഇതിന്റെ ഉള്ളടക്കം എല്ലാം എനിക്ക് വിശദമായി പറയാനുള്ള സാവകാശമില്ല. അതുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിന്റെ വെളിച്ചത്തിൽ, പശ്ചാത്തലവും വളരെ സാരസംഗ്രഹം മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത് തന്നെ നമുക്ക് ദിവസങ്ങളോളം പഠിക്കാനുള്ള ധാരാളം വിഷയങ്ങളുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോഴാണ് വെളിപാട് പുസ്തകം വായിക്കുമ്പോൾ ഈ കാര്യം പറഞ്ഞത് ഈ ഒരു പശ്ചാത്തലത്തിലായിരിക്കുമല്ലോ എന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് വെളിപാട് പുസ്തകത്തിലെ 3 ചെറിയ ആശയങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ 3 ചെറിയ തലക്കെട്ടാണ് നമ്മുടെ പഠനത്തിന് കൊടുത്തിരിക്കുന്നത്. അതിലൊന്ന്, എക്ലീസിയോളജി ഇൻ ദ ബുക്ക് ഓഫ് റെവലേഷൻ. എക്ലീസിയ എന്ന പദത്തിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. ചർച്ച് എന്നാണ് അതിന്റെ അർത്ഥം. ചർച്ച് എന്താണ്? സഭകളോടുള്ള സന്ദേശം. മെസ്സേജസ് ടു ദ 7 ചർച്ചസ് ഇൻ ഏഷ്യ മൈനർ. ഏഷ്യ മൈനറിലെ 7 സഭകളായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എഫെസോസ്, സ്മുർണ, പെർഗമോസ്, തുയഥൈര, സർദിസ്, ഫിലദൽഫിയ, ലവോദിക്ക. ദീസ് ആർ ദ 7 ചർച്ചസ് ഇൻ ഏഷ്യ മൈനർ. ഈ സഭകളോടുള്ള സന്ദേശം എന്താണ്? അതുകൊണ്ട് വെളിപാട് പുസ്തകം 1-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു പുസ്തകം എന്ന നിലയിൽ അന്നത്തെ സഭകളോട് ഈ വെളിപാട് പുസ്തകം പറയുന്ന സന്ദേശം ഈ 21-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭകളോട്, പ്രത്യേകിച്ച് പ്രവാസത്തിലൊക്കെ ജീവിക്കുന്ന സഭകളോട് എന്ത് സന്ദേശമാണ് പങ്കുവയ്ക്കുന്നത് എന്ന് ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. പ്രത്യേകിച്ച് വെളിപാട് പുസ്തകം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള 2 അധ്യായമാണ്, 2ഉം 3ഉം അധ്യായം. ഒരാളുടെയും ഒരു വിശദീകരണം കൂടാതെ നമുക്ക് എല്ലാവർക്കും ഒറ്റ വായനയ്ക്ക് മനസ്സിലാകുന്ന കാര്യമാണ് വെളിപാട് പുസ്തകം 2ഉം 3ഉം അധ്യായം. അതുകൊണ്ട് നമ്മൾ ഇതൊരു പഠനമാണല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി വരുന്ന ആഴ്ചകളിലൊക്കെ സമയം ലഭിക്കുമെങ്കിൽ വെളിപാട് പുസ്തകം ചാപ്റ്റർ 2 and 3 ഒന്ന് വായിക്കണം. വളരെ സിമ്പിൾ മെസ്സേജാണ്. അവിടെ ഏഷ്യ മൈനറിലെ 7 സഭകളെയും വിളിച്ചുകൊണ്ട് സഭയോട് പറയുന്ന സന്ദേശമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 2ഉം 3ഉം അധ്യായത്തിലെ 7 സഭകൾക്കുള്ള സന്ദേശത്തിന് ഒരു കോമൺ സ്ട്രക്ചറുണ്ട്. അതായത് ഒരേ ഘടനയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ആ സഭകളെ എല്ലാം പേർ ചൊല്ലി വിളിക്കുന്നു. ഗ്രീറ്റിംഗ്സ് ബൈ കോളിംഗ് ദ നെയിം ഓഫ് ദ ചർച്ച്. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, അല്ലെങ്കിൽ സ്മുർണയിലെ സഭയുടെ ദൂതൻ എഴുതുക, ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സന്ദേശം ആരംഭിക്കുന്നത്.
ആരംഭിച്ചു കഴിഞ്ഞിട്ട് ആ സഭയുടെ നന്മകൾ എന്താണ് എന്ന് അക്കമിട്ട് പറയുന്നു. വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ദ ചർച്ച്. അതിനുശേഷം വാട്ട് ആർ ദ ഡീമെറിറ്റ്സ് ഓഫ് ദ ചർച്ച്. ഈ സഭ എവിടെയാണ് പരാജയപ്പെട്ടത്, എവിടെയാണ് സഭ പിന്മാറിപ്പോയത് എന്ന് പറയുന്നു. അതിനുശേഷം ഈ സഭയോട് പറയുന്ന സന്ദേശം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം എന്നാണ് പറയുന്നത്. കോൾ ഫോർ ട്രാൻസ്ഫർമേഷൻ. അതിന്റെ ഘടനയുടെ അവസാന ഭാഗം റിവാർഡ് ഫോർ ദ ചർച്ച്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ ദൈവം എന്ത് പ്രതിഫലമാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ പഠനമൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ടൈറ്റിൽസ് ഉപയോഗിച്ച് ഒരു ചാർട്ട് ഉണ്ടാക്കും. ഓരോ സഭയോടും ഏത് പേര് ചൊല്ലിയാണ് വിളിക്കുന്നത്, ഓരോ സഭയോടും എന്ത് നന്മകൾ പറഞ്ഞാണ് ആ സഭയെ അഭിനന്ദിക്കുന്നത്, ഓരോ സഭയുടെയും തിന്മകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ കുറവുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ സഭയോടാണ് മാനസാന്തരപ്പെടുവാനുള്ള സന്ദേശം പറഞ്ഞത്, മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്ന സഭയ്ക്ക് എന്ത് റിവാർഡാണ് ദൈവം കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സെയിം സ്ട്രക്ചറിലാണ് ഈ 2-3 അധ്യായത്തിലെ 7 സഭകൾക്കുള്ള സന്ദേശം പോകുന്നത്. അതുകൊണ്ട് ഈ സന്ദേശം, സഭയ്ക്കുള്ള പ്രധാനപ്പെട്ട സന്ദേശം എന്താണ് എന്നുള്ളത് വളരെ പെട്ടെന്ന് ചില തലക്കെട്ടുകളിലൂടെ ഓടിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിൽ ഒന്നാമതായി സഭയോട് പറയുന്ന സന്ദേശം ചർച്ച് എ കൗണ്ടർ കൾച്ചറൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സഭ ഒരു പ്രതിസംസ്കാര സമൂഹമാണ് എന്നാണ്. നമ്മൾ ആമുഖത്തിൽ പഠിച്ചുവല്ലോ, ഈ ഏഷ്യ മൈനറിലെ 7 സഭകൾ സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങൾ വളരെ വ്യാവസായിക വാണിജ്യ പ്രാധാന്യമുള്ള അക്കാലഘട്ടത്തിലെ 1-ാം നൂറ്റാണ്ടിലെ ലോക പ്രശസ്തമായ പട്ടണങ്ങൾ. എല്ലാം വലിയ ബിസിനസ് സെന്റേഴ്സ് ആണ്. എഫെസോസ് ആയിക്കൊള്ളട്ടെ, സ്മുർണ ആയിക്കൊള്ളട്ടെ, പെർഗമോസ് ആയിക്കൊള്ളട്ടെ, ആ കാലഘട്ടത്തിലെ 1-ാം നൂറ്റാണ്ടിലെ വലിയ പട്ടണങ്ങളിൽ പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ്, വാണിജ്യ പട്ടണങ്ങളാണ്. ഈ പട്ടണങ്ങളിൽ ഉണ്ടാക്കുന്ന തുണിത്തരങ്ങൾക്ക് ലോകമെമ്പാടും മാർക്കറ്റുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതര മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും മധ്യത്തിൽ സഭ നിലനിൽക്കുമ്പോൾ ഒരു പട്ടണം ഉയർത്തുന്ന എല്ലാ പ്രലോഭനങ്ങളിലും അടിമപ്പെട്ടു പോകാൻ ഒരു സഭയ്ക്ക് സാധിക്കുകയും അതവരെ പഠിപ്പിക്കുവാൻ വേണ്ടി അവരോട് പറയുന്നു, നിങ്ങൾ വളരെ വ്യത്യസ്തമായ ഒരു സമൂഹമായി ഈ ലോകത്തിൽ നിലനിൽക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത്തെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ചർച്ച് എ കൗണ്ടർ കൾച്ചറൽ കമ്മ്യൂണിറ്റി. നമ്മൾ 2-3 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ സ്മുർണയിലെ സഭയ്ക്കുള്ള സന്ദേശത്തിലും ഫിലദൽഫിയയിലെ സഭയ്ക്കുള്ള സന്ദേശത്തിലും അവരെ അഭിനന്ദിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇത്രയും പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ പ്രലോഭനങ്ങളിൽ വീഴാതെ പിടിച്ചു നിന്നല്ലോ എന്ന് പറഞ്ഞ സഭയെ അഭിനന്ദിക്കുന്നു. എന്തൊക്കെയാണ് പ്രലോഭനം? ചക്രവർത്തി ആരാധനയിൽ പങ്കെടുക്കാനുള്ള പ്രലോഭനമുണ്ട്, പ്രാദേശിക ദൈവിക ആരാധനയിൽ പങ്കെടുക്കാനുള്ള പ്രലോഭനമുണ്ട്, മനസ്സിലായോ? ചക്രവർത്തിയുടെ വിഗ്രഹത്തിന് മുമ്പിൽ അർപ്പിച്ച ഭക്ഷണം കഴിക്കാനുള്ള പ്രലോഭനമുണ്ട്. ഇത്രയും പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ പിടിച്ചു നിന്നല്ലോ എന്ന് പറഞ്ഞ ആ സഭയെ അഭിനന്ദിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ചില സഭകളൊക്കെ വിശ്വാസത്തിൽ ആരംഭിച്ചവരാണ്, പക്ഷെ അവർ പിന്നോക്കം പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് എഫെസോസിലെ സഭയ്ക്കുള്ള സന്ദേശത്തിൽ പറയുന്നത്, എന്താ പറയുന്നത് അറിയാമോ? നിങ്ങൾ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ സഭയാണ് എന്നാണ് പറയുന്നത്. അവർ വളരെ തീവ്രതയോടുകൂടി വിശ്വാസയാത്ര ആരംഭിച്ചവരാണ്. എന്നാൽ ചില പ്രലോഭനങ്ങൾ ഉയർത്തി അവരുടെ പട്ടണം അവരെ മാടി വിളിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? അല്പം പിന്നോക്കാവസ്ഥയിലേക്ക് പോയി. മനസ്സിലായോ? അതുകൊണ്ട് ആ എഫെസോസിലെ സഭയോട് പറയുന്നത് എന്താണെന്നറിയാമോ? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ സഭയാണെന്ന് പറയും. പിന്നെ പെർഗമോസിലെ സഭയോടും തുയതൈരയിലെ സഭയോടും പറയുന്നുണ്ട്, ചില ദുരുപദേശകർ നിങ്ങളുടെ സഭയിൽ നുഴഞ്ഞു കയറി ചില കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോൾ അതിൽ നിങ്ങൾ അടിമപ്പെട്ടു പോയവരാണെന്ന് പറഞ്ഞ സഭയെ വിമർശിക്കുന്നു. അപ്പോൾ ഇതെല്ലാം എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, സഭ എപ്പോഴും ഒരു പട്ടണത്തിൽ പാർക്കുമ്പോൾ നിരവധി പ്രലോഭനങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിലാണ് പാർക്കുന്നത്. പക്ഷേ ഞങ്ങൾ വിളിച്ചു വേർതിരിക്കപ്പെട്ട സമൂഹമാണ് എന്നുള്ളൊരു ബോധ്യത്തോടുകൂടി വേണം സഭയും സഭയുടെ അംഗങ്ങളും വർദ്ധിക്കേണ്ടത് എന്നാണ് ചർച്ച് എ കൗണ്ടർ കൾച്ചറൽ കമ്മ്യൂണിറ്റി എന്നുള്ള തലക്കെട്ടിലൂടെ അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സഭയെ രണ്ടാമതായി നിർവചിച്ചിരിക്കും. ചർച്ച് എ കമ്മ്യൂണിറ്റി വിത്ത് മീനിങ് ഫുൾ സ്പിരിച്വാലിറ്റി. സഭയെക്കുറിച്ച് പറയുകയാണ്, സഭ എപ്പോഴും ഒരു അർത്ഥവത്തായ ആത്മീയത പുലർത്തേണ്ട സമൂഹമാണ്. ഈ ഏഷ്യ മൈനറിലെ 7 സഭകൾക്ക് മുമ്പിലുള്ള വെല്ലുവിളി എന്തായിരുന്നു? ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവരിൽ പലരും ചക്രവർത്തി ആരാധനയിലേക്ക് വഴുതി, പ്രാദേശിക ദൈവിക ആരാധനയിലേക്ക് വഴുതി. മനസ്സിലായോ? ഒരു തരത്തിലുള്ള ഒരു ഹൈബ്രിഡ് സ്പിരിച്വാലിറ്റി. ഒരേ സമയത്ത് അവർ സഭയിലെ അംഗങ്ങളാണ്, അതേ സമയത്ത് തന്നെ ആ പട്ടണം ഉയർത്തിയ മറ്റ് ആരാധനകളിലും പോയി പങ്കെടുക്കും. ഈ കാലഘട്ടത്തിലും അത്തരത്തിലുള്ള സമീപനമുള്ളവരുണ്ട്. നമ്മുടെ പള്ളികളിലൊക്കെ വളരെ സജീവമായി നിൽക്കുന്നവരായിരിക്കാം, എന്നാൽ തൊട്ടപ്പുറത്ത് മറ്റൊരു ആരാധനയ്ക്ക് വേണ്ടി അവരെ വെല്ലുവിളിക്കുമ്പോൾ അവർ ധൈര്യപൂർവ്വം അതിൽ പോയി പങ്കെടുക്കുന്നു. അപ്പോൾ യഥാർത്ഥ ആരാധന എന്താണ് എന്നറിഞ്ഞ് അർത്ഥവത്തായ ആരാധനയിൽ നിലനിൽക്കാൻ സഭ തയ്യാറാകണം എന്ന് കൃത്യമായി വെളിപാട് പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ചർച്ചിനെ കുറിച്ചുള്ള വെളിപാട് പുസ്തകത്തിന്റെ നിർവചനം, ദ ഡെഫിനിഷൻ ഓഫ് ചർച്ച് ഇൻ ബുക്ക് ഓഫ് റെവലേഷൻ ഈസ്
ചർച്ച് എ കമ്മ്യൂണിറ്റി വിത്ത് മീനിങ് സ്പിരിച്വാലിറ്റി. അതുകൊണ്ട് പലതരത്തിലുള്ള ദുരുപദേശങ്ങൾ സഭയ്ക്കുള്ളിൽ പ്രചരിക്കുമ്പോൾ ആ ദുരുപദേശങ്ങളിൽ അടിമപ്പെട്ട് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെയും തനിമയും തെളിമയും നഷ്ടമാക്കി കളയരുത് എന്ന് വെളിപാട് പുസ്തകം നമ്മളെ പഠിപ്പിക്കും. മൂന്നാമതായി ഈ സഭയെക്കുറിച്ച് വെളിപാട് പുസ്തകം നൽകുന്ന നിർവചനം ചർച്ച് എ വിറ്റ്നസിംഗ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി, സാക്ഷിക്കുന്ന ന്യൂനപക്ഷ സമൂഹം. നമുക്കറിയാം എഫെസോസിലോ സ്മുർണയിലോ പെർഗമോസിലോ തുയധൈര്യയിലോ ഒന്നും തന്നെ ഈ സഭ ഒരു ഭൂരിപക്ഷ സമൂഹമായിരുന്നു. ആണോ? ന്യൂനപക്ഷ സമൂഹമായിരുന്നു, വളരെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ്. എന്നാൽ ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്ന നിലയിൽ അവർക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികളെ പട്ടണത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. മജോറിറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവർക്ക് പലതരത്തിലുള്ള ഉപദ്രവങ്ങളുണ്ട്. അന്നത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സായ റോമൻ ഭരണാധികാരികളിൽ നിന്ന് അവർക്ക് പലതരത്തിലുള്ള ഉപദ്രവങ്ങളുണ്ട്. പ്രബല മതമായ യഹൂദ മതത്തിൽ നിന്ന് നിരവധി പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. എന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് കർത്താവിനെ സാക്ഷിക്കുന്നതിൽ നിന്നും പിന്മാറിപ്പോകാൻ സഭയ്ക്ക് പറ്റത്തില്ല. ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിലും പ്രതിസന്ധിയുള്ള മധ്യത്തിലും പ്രലോഭനങ്ങളുടെ മധ്യത്തിലും ആർ യു റെഡി ടു വിറ്റ്നസ് ക്രൈസ്റ്റ് വെരി ബോൾഡ്ലി ഇൻ ദ സിറ്റി ഓഫ് ഏഷ്യ മൈനർ? ഏഷ്യ മൈനറിലെ പട്ടണത്തിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ ഈ പ്രതിസന്ധികളുടെ മധ്യത്തിലും പ്രലോഭനങ്ങളുടെ മധ്യത്തിലും വെല്ലുവിളികളുടെ മധ്യത്തിലും പീഡനത്തിന്റെ മധ്യത്തിലും ക്രിസ്തുവിനെ സാക്ഷിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് വെളിപാട് പുസ്തകം ഏഷ്യ മൈനറിലെ 7 സഭകളോട് ചോദിക്കും. അവിടെ സ്മുർണ എന്ന് പറയുന്ന ഒരു സഭയെക്കുറിച്ച് പറയുന്ന കാര്യം മാത്രം പരാമർശിക്കും. സ്മുർണയോട് പറയാണ്, നിങ്ങൾ ലോകപ്രകാരം നോക്കിയാൽ ഏറ്റവും ദരിദ്രമായ സഭയാണ്, പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ ആരാണെന്ന് അറിയാമോ? സമ്പന്നമായ സഭയാണ്. എന്തുകൊണ്ടാണ് സ്മുർണ എന്ന് പറയുന്ന പട്ടണത്തിലെ സഭ ദരിദ്രമായി തീർന്നത്? അവർ ക്രിസ്തുവിന്റെ പക്ഷത്ത് ശക്തമായി നിന്നതുകൊണ്ടാണ്, പ്രലോഭനങ്ങളിൽ കീഴ്പ്പെടാതെ നിന്നതുകൊണ്ടാണ്, ചക്രവർത്തി ആരാധനയിൽ പോയി പങ്കെടുക്കുവാൻ വിമുഖത പ്രകടിപ്പിച്ചതുകൊണ്ടാണ് ആ സഭ എന്തായി മാറിയെന്ന് അറിയാമോ? ഒരു ദരിദ്ര സഭയായി മാറി. ലോകത്തിന്റെ ദൃഷ്ടിയിൽ നിങ്ങളുടെ സഭ ദരിദ്രമാണെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ സമ്പന്നരാണ് എന്ന് പറഞ്ഞ് ആ സഭയെ പ്രകീർത്തിക്കുന്നതിന്, അഭിനന്ദിക്കുന്നതിന് കാരണം പ്രതിസന്ധിയുടെ മധ്യത്തിലും അവർ യേശു കർത്താവിനെ ധൈര്യത്തോടെ സാക്ഷിക്കുവാൻ നിലപാടുകൾ സ്വീകരിച്ച ഒരു സഭയായിരുന്നു. അതുകൊണ്ട് വെളിപാട് പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, ചർച്ച് എ വിറ്റ്നസിംഗ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി. ഒരു ചെറിയ ന്യൂനപക്ഷ സമൂഹമാണ്, പക്ഷെ നിങ്ങൾ ക്രിസ്തുവിനെ സാക്ഷിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട സമൂഹമാണ് എന്നാണ് പറയുന്നത്. സഭയെക്കുറിച്ച് വെളിപാട് പുസ്തകം നൽകുന്ന 4ാമത്തെ നിർവചനം ചർച്ച് എ മാർക്ഡ് കമ്മ്യൂണിറ്റിയാണ്. സഭ ഒരു അടയാളപ്പെടുത്തപ്പെട്ട സമൂഹമാണെന്നുള്ള ഒരു മാർക്ഡ് കമ്മ്യൂണിറ്റി. നമ്മളെ ഒരു പൊതുസമൂഹം എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? വാട്ട് ആർ ദ ഐഡന്റിഫിക്കേഷൻ മാർക്സ് ഓഫ് ദി ചർച്ച്? നമ്മളെയൊക്കെ തിരിച്ചറിയാൻ നമ്മുടെയൊക്കെ ബോഡിയിൽ ഓരോ ഐഡന്റിഫിക്കേഷൻ മാർക്കുണ്ട്. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു സംഘമാണ് എന്ന് ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ ഐഡന്റിഫൈ ചെയ്യാൻ എന്ത് മാർക്കാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്? വെളിപാട് പുസ്തകം പഠിപ്പിക്കുകയാണ്, ചർച്ച് ഷുഡ് ബി എ മാർക്ഡ് കമ്മ്യൂണിറ്റി. സഭ ഒരു അടയാളപ്പെടുത്തപ്പെട്ട സമൂഹം. അതിന് ചില ഉദാഹരണങ്ങൾ സഭയെക്കുറിച്ച് പറയുന്നത്, സഭ ഒരു ലാംപ് സ്റ്റാൻഡ് ആണ്. ലാംപ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ദീപം കത്തി നിൽക്കുന്ന ഒരു വിളക്കാണ്. നിലവിളക്ക് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചത്. അതായത് പ്രകാശം ജ്വലിപ്പിച്ച് അന്ധകാരം നിറഞ്ഞ ലോകത്തെ പ്രകാശമയമാക്കുന്ന ശുശ്രൂഷയാണ് സഭയ്ക്കുള്ളത് എന്നാണ്. ട്രീ ഓഫ് ലൈഫാണ്, ജീവന്റെ വൃക്ഷമാണ് എന്നാണ്. ജീവന്റെ വൃക്ഷം എന്നുള്ളതിന്റെ അർത്ഥം വെളിപാട് പുസ്തകത്തിൽ ക്രിസ്തുവിന്റെ കുരിശ് എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ കുരിശിന്റെ അർത്ഥതലങ്ങളെ ഈ കാലഘട്ടത്തിൽ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കേണ്ട ട്രീ ഓഫ് ലൈഫാണ് സഭ എന്നാണ് വെളിപാട് പുസ്തകം പഠിപ്പിക്കുന്നത്. നിങ്ങൾ വെള്ളവസ്ത്രം ധരിച്ചവരുടെ സംഘമാണ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം വെള്ളവസ്ത്രം എന്ന് പറയുന്ന വിശുദ്ധിയെ സൂചിപ്പിക്കും. അതുകൊണ്ട് എന്താണ് വിശുദ്ധി എന്ന് ഈ ലോകത്തിന് മുമ്പിൽ പഠിപ്പിക്കേണ്ടത് ആരാണെന്ന് അറിയാമോ? ക്രൈസ്തവ സഭയാണ് എന്നാണ് വെളിപാട് പുസ്തകം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ സഭയിലെ അംഗങ്ങളുടെ പേരുകളെല്ലാം ജീവപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഒരുപക്ഷെ റോമൻ സാമ്രാജ്യത്തിന്റെ രജിസ്റ്ററിൽ നിങ്ങൾക്ക് പേര് വേണം, അവരെ എടുക്കുന്ന സെൻസസിലൊക്കെ നിങ്ങൾ പങ്കെടുത്തതായിരിക്കും. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരുടെ സംഘമാണ് സഭ എന്ന് പറയുക. ഇതെല്ലാം സഭയുടെ എന്താണെന്നറിയാമോ? ഐഡന്റിഫിക്കേഷൻ മാർക്കാണ്. അതുകൊണ്ട് വെളിപാട് പുസ്തകം നമ്മളോട് പറയുകയാണ്, ചർച്ച് എന്താണെന്നറിയാമോ? ചർച്ച് ഒരു മാർക്ക്ഡ് കമ്മ്യൂണിറ്റിയാണ്, അടയാളപ്പെടുത്തപ്പെട്ട സമൂഹമാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കാം. നമുക്ക് 2ഉം 3ഉം അധ്യായം വളരെ ലളിതമായ അധ്യായമാണെന്ന് തോന്നുമെങ്കിലും ഏത് കാലഘട്ടത്തിലുമുള്ള സഭയെ ഇത്രയും കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്ന, നിർവചിച്ചിരിക്കുന്ന മറ്റൊരു പുസ്തകം വേദപുസ്തകത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല.
പലപ്പോഴും സഭയെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ പഠിപ്പിക്കലിലാണ് സഭയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിലാണ്, യോഹന്നാന്റെ സുവിശേഷത്തിലാണെന്നൊക്കെ പറയും. എന്നാൽ അതിലും എത്രയോ പവർഫുൾ ആയിട്ടാണ് വെളിപാട് പുസ്തകം സഭയെ നിർവചിക്കുകയും സഭയുടെ കാലികമായ ദൗത്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം. സഭയെക്കുറിച്ച് പറയുന്ന മറ്റൊരു നിർവചനം എന്താണെന്ന് ചോദിച്ചാൽ, ചർച്ച് എ കമ്മ്യൂണിറ്റി വിത്ത് കൗണ്ടർ ഇമാജിനേഷൻ ഓഫ് പവർ. അധികാരത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും ഒരു ബദൽ ദർശനമുള്ള സമൂഹമായിരിക്കണം ആര്? സഭ. നമ്മൾ പറഞ്ഞല്ലോ, റോമൻ സാമ്രാജ്യത്തിന്റെ കോണ്ടക്സിലാണ് ക്രിസ്തു സഭ നിലനിൽക്കുന്നത്. മനസ്സിലായോ? റോമൻ സാമ്രാജ്യം ശക്തിയുള്ള സാമ്രാജ്യമാണ്. അവർക്ക് സംഘബലമുണ്ട്, അവർക്ക് സൈന്യബലമുണ്ട്, അവർക്ക് യുദ്ധസന്നാഹങ്ങളുണ്ട്, അവർ അടുത്ത രാജ്യങ്ങളെയെല്ലാം അക്രമത്തിലൂടെ കീഴ്പ്പെടുത്തുന്നവരാണ്, അനേകരുടെ രക്തം ചൊരിയുന്ന ഭരണകൂടമാണ്. അവർ അവരുടെ അധികാരം അങ്ങനെയാണ് ആവിഷ്കരിക്കുന്നത്. എങ്ങനെയാണ്? മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുന്നതിലൂടെ, മറ്റുള്ളവരുടെ രക്തം ചൊരിയുന്നതിലൂടെ, സാമ്രാജ്യങ്ങൾ കീഴ്പ്പെടുത്തുന്നതിലൂടെ, സാധാരണക്കാരുടെ കൃഷിഭൂമികൾ കണ്ടുകെട്ടുന്ന ജപ്തി നിയമങ്ങൾ ആവിഷ്കരിക്കുന്നതിലൂടെയൊക്കെയാണ് അവരുടെ അധികാരം ആവിഷ്കരിക്കുന്നത്. എന്നാൽ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ആര്? സഭ. സഭയ്ക്കൊരിക്കലും റോമൻ സാമ്രാജ്യം അധികാരം ആവിഷ്കരിക്കുന്നത് പോലെ ആവിഷ്കരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ വെളിപാട് പുസ്തകം പറയുകയാണ്, നിങ്ങൾ ചക്രവർത്തിയുടെ കിരീടത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അത് അദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ സിമ്പലാണ്. എന്നാൽ ജീവന്റെ കിരീടം പ്രാപിക്കുവാൻ നിങ്ങൾ ഒരുങ്ങിയിരിക്കണം എന്ന് പറയുന്നത് ഈ പശ്ചാത്തലത്തിൽ. റോമാക്കാരുടെ ഔദ്യോഗിക അടയാളം എന്ന് പറയുന്ന വാളാണ്. വാൾ, അവരുടെ കൊടിയിലൊക്കെ വാളാണ്, സ്വാഡാണ്. എന്നാൽ വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അവന്റെ വായിൽ നിന്ന് വരുന്ന വാളാൽ. വായിൽ നിന്ന് വരുന്ന വാളെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് റോമൻ സാമ്രാജ്യം വാളെടുത്ത് പോരാടുന്നുവെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാൻ ക്രിസ്തുവിശ്വാസികളുടെ കയ്യിലുള്ള അടയാളം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ വചനവും. വചനത്തിലൂടെ നിങ്ങൾ തിന്മയുടെയും പാപത്തിന്റെയും ഘടനകളോട് പോരാടണം എന്ന് പറയുമ്പോൾ അധികാരത്തെക്കുറിച്ച് ഒരു ബദൽ ദർശനമാണ് നൽകുന്നത് എന്ന് കാണാൻ. മാത്രമല്ല, വെളിപാട് പുസ്തകത്തിൽ പറയുകയാണ്, ഒരുപക്ഷെ റോമൻ സാമ്രാജ്യം നിങ്ങളുടെ മുമ്പിൽ വാതിലുകളെല്ലാം അടച്ചേക്കും. ഫിലദൽഫിയ സഭയ്ക്കുള്ള സന്ദേശത്തിൽ പറയുന്നു. എന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റാതെ വണ്ണം തുറന്നിരിക്കുന്ന ഒരു വാതിൽ നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ തുറക്കുവാൻ ദൈവത്തിന് സാധിക്കും എന്നാണ് വെളിപാട് പുസ്തകം പറയുന്നത്. അതുകൊണ്ട് റോമൻ സാമ്രാജ്യം നിങ്ങളുടെ മുമ്പിൽ വാതിലുകളൊക്കെ കുട്ടി അടച്ചേക്കാം, പക്ഷെ ആർക്കും അടയ്ക്കാൻ പറ്റാത്തതുപോലെ, ആർക്കും നിങ്ങളുടെ മുമ്പിൽ അടയ്ക്കാൻ പറ്റാത്ത ഒരു വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരുവാൻ ദൈവത്തിന് സാധിക്കുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ അധികാരത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും ഒക്കെ പഠിക്കേണ്ടത് വെളിപാട് പുസ്തകം നൽകുന്ന ആ നിർവചനം മനസ്സിലാക്കിയ ലോകത്തിന്റെ അധികാരത്തിന്റെ ഒരു ആവിഷ്കാര തലങ്ങളോ പാഠങ്ങളോ അല്ല ഒരു സഭയുടെ. ഈ കാലഘട്ടത്തിൽ നമുക്കത് മറന്നു പോകുന്നു. നമ്മൾ ഈ ലോകം അധികാരത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും ഒക്കെ പറയുന്ന അതേ പാഠങ്ങൾ തന്നെ സ്വീകരിച്ചാണ് സഭ പലപ്പോഴും മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പള്ളി പിടിക്കുവാനും മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് നമ്മുടെ സ്വത്താക്കി തീർക്കുവാനും തെരുവുകളിൽ യുദ്ധം നടത്തുന്നത്. പക്ഷെ ബുക്ക് ഓഫ് റെവലേഷൻ പറയുന്നു, ചർച്ച് ഷുഡ് ബി എ കമ്മ്യൂണിറ്റി വിത്ത് കൗണ്ടർ ഇമാജിനേഷൻ ഓഫ് പവർ. ഒരു പുതിയ ഒരു അധികാര ദർശനമാണ് വെളിപാട് പുസ്തകം. സഭയെക്കുറിച്ച് പറയുന്ന മറ്റൊരു നിർവചനം കൂടെ പറഞ്ഞ ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം. സഭയെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ചർച്ച് എ കമ്മ്യൂണിറ്റി വിത്ത് സബ്ജക്റ്റിവിറ്റി റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഐഡന്റിറ്റി ആരിലാണെന്ന് അറിയാമോ? ക്രിസ്തുവിലാണ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൽ നിന്ന് അകന്ന് ഒരു ഐഡന്റിറ്റി ഇല്ല എന്ന് നമ്മൾ ഓർക്കും. ക്രിസ്തുവിൽ നിന്ന് അകന്നു പോയാൽ സഭയാകൽ പ്രക്രിയ അവസാനിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്, ഞാൻ നിങ്ങൾക്കൊരു പുതിയ പേര് തരും. മനസ്സിലായി? ഒരു പുതിയ നാമം നിങ്ങളുടെ മേൽ നൽകും എന്ന് പറയുന്നതിന്റെ അർത്ഥം അവർക്കൊരു പുതിയ ഐഡന്റിറ്റി കൊടുക്കും. എന്താണ് പുതിയ ഐഡന്റിറ്റി എന്ന് അറിയാമോ? കുഞ്ഞാടിന്റെ അനുയായികൾ എന്നുള്ളതാണ് ഐഡന്റിറ്റി. ഫോളോവേഴ്സ് ഓഫ് ലാംബ്, യേശു ക്രിസ്തുവിന്റെ അനുയായികൾ എന്നുള്ള ഒരു പുതിയ ഐഡന്റിറ്റി നിങ്ങൾ ഓർത്തു നോക്കിയേ. റോമൻ സാമ്രാജ്യത്തിൽ ക്രിസ്ത്യാനികളുടെ ഐഡന്റിറ്റി എന്താണ്? ഒരു ഐഡന്റിറ്റിയും ഇല്ല. അവരുടെ പ്രധാന പൗരത്വത്തിലൊന്നും ക്രിസ്ത്യാനികളെ അവർ ഉൾപ്പെടുത്തിയിട്ടില്ല. മനസ്സിലായോ? അവർ പലപ്പോഴും ഒരു സബ്ഡ്യൂഡ് ഐഡന്റിറ്റിയാണ്, സബ്മിസീവ് ഐഡന്റിറ്റിയാണ് അവരുടെ. അതുകൊണ്ട് തങ്ങൾ ആരാണ് എന്ന് നിർവചിക്കാൻ പോലുമുള്ള ഒരു ത്രാണിയില്ലാത്ത ഒരു സമൂഹത്തോട്, ആ കാലഘട്ടത്തിലെ സമൂഹത്തോട് പറയുകയാണ്, ചർച്ച് ഷുഡ് ബി എ കമ്മ്യൂണിറ്റി വിത്ത് സബ്ജക്റ്റിവിറ്റി റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ പേരാണ് ഇതിനോട് ചേർത്താണ് നിങ്ങളുടെ നാമം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അവർ സബ്ജക്റ്റിവിറ്റി ആൻഡ് അവർ ഐഡന്റിറ്റി ഷുഡ് ബി റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്ന അർത്ഥവത്തായ സന്ദേശമാണ്. പ്രിയമുള്ളവരെ, വെളിപാട് പുസ്തകത്തിലെ ഒരു തലം മാത്രമാണ് ഞാൻ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അത് എന്തിനെ കുറിച്ചാണ്? സഭയെക്കുറിച്ച് വെളിപാട് പുസ്തകം നൽകുന്ന നിർവചനം.
അത് തന്നെ നമ്മളൊന്ന് നോക്കിയപ്പോൾ എന്ത് പവർഫുൾ ആയിട്ടുള്ള നിർവചനമാണ് സഭയെക്കുറിച്ച് വെളിപാട് പുസ്തകം നൽകുന്നത്. ഒന്ന്, സഭ ഒരു പ്രതിസംസ്കാര സമൂഹമാണ്. ഈ ലോകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രലോഭനങ്ങളെല്ലാം സ്വീകരിച്ച് അതുപോലെ ജീവിക്കേണ്ടവരല്ല. നമ്മളൊരു വ്യതിരിക്ത സമൂഹമാണ്. നമ്മളൊരു വിളിച്ചു വേർതിരിക്കപ്പെട്ട സമൂഹമാണ്. നമ്മളൊരു വ്യത്യസ്തരായി ജീവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ട സമൂഹമാണെന്നുള്ള ബോധ്യം എപ്പോഴും സഭയ്ക്ക് ഉണ്ടാകണം എന്നുള്ള പഠിപ്പിക്കുക എത്ര ശക്തമായ ഗൗരവമായ പഠിപ്പിക്കുക. രണ്ടാമതായി സഭയെക്കുറിച്ച് പറയുന്നത് ചർച്ച് എ കമ്മ്യൂണിറ്റി വിത്ത് മീനിങ് സ്പിരിച്വാലിറ്റി. മനസ്സിലായോ? ആൾ ദൈവങ്ങളും അദൈവങ്ങളും കൊടികെട്ട് വാഴുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾ ദൈവങ്ങളിലേക്കും അദൈവങ്ങളിലേക്കും തിരിയാതെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന അർത്ഥവത്തായ ആരാധനയിൽ പങ്കാളികളാകുന്നവരുടെ ഒരു സംഘമായി നിങ്ങൾ മാറണം എന്ന് വെളിപാട് പുസ്തകം പറയുന്നത് ഈ കാലഘട്ടത്തിൽ എത്ര പ്രസക്തമായ സന്ദേശം. മറ്റൊന്ന് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞ് നമ്മൾ പഠിച്ചത് ചർച്ച് ഒരു വിറ്റ്നസിങ് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ്. ഒരു ന്യൂനപക്ഷ സമൂഹമാണ് നിങ്ങൾ. പക്ഷേ ആ ന്യൂനപക്ഷ സമൂഹം എന്ന നിലയിൽ ഇതര മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും മധ്യത്തിൽ ക്രിസ്തുവിനെ സാക്ഷിക്കാനുള്ള വിളിയും നിയോഗവുമാണ് നിങ്ങൾക്കുള്ളത് എന്ന് വളരെ കൃത്യമായി വെളിപാട് പുസ്തകം നമ്മളെ പഠിപ്പിക്കും. നാലാമതായി നമ്മൾ കേട്ടു ചർച്ച് ഒരു മാർക്ഡ് കമ്മ്യൂണിറ്റിയാണ്. ഒരു അടയാളങ്ങളുണ്ട് സഭയ്ക്ക്. പുറം ലോകം നോക്കിയാൽ നിന്നെ തിരിച്ചറിയത്തക്ക രീതിയിൽ ചില അടയാളങ്ങൾ നിങ്ങൾക്കുണ്ടാകണം. അത് വിശുദ്ധിയുടെ അടയാളമാണ്. അത് നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളായി മാറണം. നിങ്ങൾ വെള്ളനിലയങ്കി ധരിച്ചവരുടെ ഒരു സംഘമായി മാറണം. ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരുടെ ഒരു സംഘമായി മാറണം എന്നൊക്കെ പറയുന്നത് സഭയുടെ അടയാളങ്ങളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇന്ന് ഈ അടയാളങ്ങൾ ഒക്കെ വഹിക്കുന്നവരുടെ സംഘമാണോ നമ്മൾ എന്നുള്ളത് വളരെ വിമർശനാത്മകമായി ഈ കാലഘട്ടത്തിൽ വിലയിരുത്തേണ്ട ഒരു വിഷയം. മറ്റൊരു കാര്യം പറയുന്നത് ചർച്ച് എ കമ്മ്യൂണിറ്റി വിത്ത് കൗണ്ടർ ഇമാജിനേഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞാൽ അധികാരത്തെക്കുറിച്ച് ഒരു ബദൽ ദർശനമാണ്. റോമൻ സാമ്രാജ്യം അധികാരം ആവിഷ്കരിക്കുന്നത് പോലെ അടിച്ചമർത്തലിന്റെയോ ഭീഷണിയുടെയോ രക്തച്ചൊരിച്ചിലിന്റെയോ ആവിഷ്കാരമല്ല സഭയ്ക്കുണ്ടാകുന്നത്. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അത് സ്നേഹത്തിന്റെ അധികാരമാണ്. അത് ദൈവവചനമാകുന്ന വാളെടുത്ത് പോരാടേണ്ടാവും. മനസ്സിലായോ? വചനം എടുത്ത് പോരാടേണ്ട ഒരു അധികാരമാണ്. അത്തരത്തിലുള്ള പാഠങ്ങൾ വെളിപാട് പുസ്തകം നൽകുന്നു. നമ്മൾ പിന്നീട് കേട്ടത് ചർച്ച് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഐഡന്റിറ്റി എപ്പോഴും ക്രിസ്തുവുമായുള്ള ബന്ധം. ക്രൈസ്റ്റ് ബ്രിങ്സ് ദ ചർച്ച് ടു ഇറ്റ്സ് ട്രൂ ഐഡന്റിറ്റി ആൻഡ് സബ്ജക്റ്റിവിറ്റി. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ വിഷയങ്ങളൊക്കെ 2-3 അധ്യായങ്ങളുടെ വെളിച്ചത്തിൽ ചേർത്ത് വെച്ചൊന്ന് വായിച്ചാൽ ഈ കാലഘട്ടത്തിനുള്ള ശക്തമായ സന്ദേശം, സഭയോടുള്ള സന്ദേശം, ഏത് കാലഘട്ടത്തിലോടും ഉള്ള സഭയ്ക്കുള്ള സന്ദേശം വെളിപാട് പുസ്തകത്തിൽ ഉണ്ട് എന്ന് നമ്മൾ പഠിക്കണം. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് ഏരിയയാണ് ബുക്ക് ഓഫ് റെവലേഷൻ. മറ്റൊരു പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ക്രിസ്റ്റോളജി ഇൻ ദ ബുക്ക് ഓഫ് റെവലേഷൻ. ഞാൻ ആദ്യം പറഞ്ഞു എക്ലീസിയോളജി. എക്ലീസിയോളജി എന്ന് പറഞ്ഞാൽ സഭ എന്താണ് എന്ന് പറഞ്ഞു. 2, വെളിപാട് പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ക്രിസ്റ്റോളജി. ക്രിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠിപ്പിക്കുക. വെളിപാട് പുസ്തകത്തിന് വളരെ നിസ്തുലമായ പഠിപ്പിക്കുക. നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ യേശു കർത്താവിനെ കുറിച്ച് സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ചില ടൈറ്റിൽസ് ഞാൻ ഇവിടെ എഴുതി. സൺ ഓഫ് ഗോഡ്, ദൈവപുത്രൻ; സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ; മശിഹ, ലാംബ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കുഞ്ഞാട് എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പേരുകളിലൊന്നുമല്ല വെളിപാട് പുസ്തകത്തിൽ യേശുവിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണെന്ന് അറിയാമോ? ക്രൈസ്റ്റ് ഈസ് ഡെപിക്റ്റഡ് ആസ് സ്ലെയിൻ ലാം, അറുക്കപ്പെട്ട കുഞ്ഞാട് എന്നാണ് രേഖപ്പെടുത്തുന്നത്. നിങ്ങൾ ഓർത്തു നോക്കണം, വിശുദ്ധ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിൽ വെളിപാട് പുസ്തകത്തെ വളരെ യുണീക്കായിട്ടുള്ള ഒരു പുസ്തകമാക്കി നിർത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജീസസ് ക്രൈസ്റ്റ് ഈസ് ഡെപിക്റ്റഡ് ആസ് സ്ലെയിൻ ലാം, അറുക്കപ്പെട്ട കുഞ്ഞാട് എന്നുള്ള പ്രതീകം ഉപയോഗിച്ചാണ് വെളിപാട് പുസ്തകത്തിൽ ആരെ സൂചിപ്പിക്കുന്നത്? യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നത്. അതാണ് വെളിപാട് പുസ്തകത്തിന്റെ ഒരു യുണീക്നെസ്. എന്താണ് സ്ലെയിൻ ലാംബ് എന്ന പദം വെളിപാട് പുസ്തകത്തിൽ ഉപയോഗിച്ചത്? അതിന് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ 3-4 അർത്ഥതലങ്ങൾ. അത് പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകും. അതിലൊന്ന്, സ്ലെയിൻ ലാംബ് എ കെനോട്ടിക് സിംബൽ. കെനോസിസ് എന്ന പദത്തിന്റെ അർത്ഥം നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. അതൊരു സെൽഫ് സാക്രിഫൈസ് ആണ്, ഒരു സ്വയശൂന്യവൽക്കരണത്തിന്റെ അടയാളം. നമുക്ക് കുഞ്ഞാടെന്ന് കേട്ടാൽ തന്നെ അറിയാമല്ലോ, സാധാരണ ജീവികളിൽ നിന്നും ഏറ്റവും ശക്തി കുറഞ്ഞ ഒരു ജീവിയാണ് കുഞ്ഞാട്. ആ കുഞ്ഞാട് തന്നെ വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? അറുക്കപ്പെട്ട കുഞ്ഞാടാണെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രയാസം തോന്നി. യേശു കർത്താവിനെ സൂചിപ്പിക്കാൻ എന്തിനാണ് ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പ്രതീകം ഉപയോഗിച്ചത്? നമുക്ക് വേണമെങ്കിൽ പറയാം, പ്രതീകങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തി കുറഞ്ഞ അല്ലെങ്കിൽ ഒരു സിമ്പൽ എന്ന നിലയിൽ ഒരു വൾണറബിൾ ആയിട്ടുള്ള ഒരു സിമ്പലാണ് ഈ സ്ലെയിൻ ലാം എന്ന് പറയുന്നത്. പക്ഷെ അതെന്താ സൂചിപ്പിക്കുന്നത് അറിയാമോ? അതൊരു സ്വയശൂന്യവൽക്കരണത്തിന്റെ അടയാളമാണ് എന്ന്. നമ്മൾ പഠിക്കേണ്ട 2 ചെറിയ പദങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തും. പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സാധാരണ ആടിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദം ഇവിടെ ഞാൻ സ്ലൈഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 2ാമത്തെ ടൈറ്റിലായി രേഖപ്പെടുത്തി അമ്നോസ് എന്ന് പറയുന്ന പദം.
അമ്നോസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞാട് എന്നാണ്. വേദപുസ്തകത്തിലെ മിക്ക പുസ്തകങ്ങളിലും, പുതിയ നിയമത്തിലെ മിക്ക പുസ്തകങ്ങളിലും കുഞ്ഞാട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നിടത്തെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന പദം അമ്നോസ് എന്ന് പറയുന്ന പദമാണ്. എന്നാൽ വെളിപാട് പുസ്തകത്തിൽ മാത്രം ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് അർണിയോൺ എന്ന് പറയുന്ന പദം. കുഞ്ഞാടിനെ സൂചിപ്പിക്കാൻ മറ്റു പുസ്തകങ്ങളിലെല്ലാം അമ്നോസ് എന്ന് പറയുമ്പോൾ വെളിപാട് പുസ്തകത്തിൽ മാത്രം അർണിയോൺ എന്ന് പറയും. ഈ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾക്കൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ, മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ വളരെ അർത്ഥസമ്പുഷ്ടമാണ്. അമ്നോസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നറിയാം. അമ്നോസ് എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ ഒരാടെന്ന് മാത്രമാണ് അർത്ഥം. വൺ എമംഗ് ദ ഫോർ. അതായത് ഒരു 200 ആടുണ്ടെന്ന് വിചാരിക്കുക. ആ 200 ആടിൽ ഒരാടിനെ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് ഗ്രീക്കിൽ അമ്നോസ്. കൂട്ടത്തിൽ ഒരാട്, വൺ എമംഗ് ദ ഫോർ. എന്നാൽ വെളിപാട് പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അർണിയോൺ എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അർണിയോൺ എന്ന പദത്തിന്റെ അർത്ഥം വൺ ഹു ടേക്സ് ദ ലീഡർഷിപ്പ് ഓഫ് ദി എൻറ്റയർ ഫോക്ക് എന്ന് പറഞ്ഞാൽ ആട്ടിൻകൂട്ടത്തിന് മുഴുവൻ നേതൃത്വം നൽകാൻ കഴിയുന്ന ഒരാടെന്നാണ് ഇത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അമ്നോസ് എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ ഒരാട്. എന്നാൽ അർണിയോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ആട്ടിൻകൂട്ടത്തെ മുഴുവൻ നയിക്കത്തക്ക രീതിയിൽ, മുമ്പിൽ നിന്നോ ഇടയ്ക്ക് നിന്നോ പിറകിൽ നിന്നോ നയിക്കത്തക്ക രീതിയിൽ ശക്തിയുള്ള ഒരാടെന്നുള്ള അർത്ഥത്തിലാണ് അർണിയോൺ എന്ന പദം ഉപയോഗിച്ചത്. അവിടെയാണ് ഈ പദത്തിന്റെ അർത്ഥം. എന്താ പദത്തിന്റെ അർത്ഥം? ആരാണ് അറുക്കപ്പെട്ടിരിക്കുന്നത്? നോട്ട് അമ്നോസ്. അമ്നോസ് അല്ല അറുക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ ആരാണെന്നറിയാമോ? അർണിയോൺ ആണ് അറുക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം കൂട്ടത്തിന് നേതൃത്വം നൽകാൻ കഴിയുന്ന ഒരാടാണ് അറുക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവൻ ശക്തിയില്ലാത്തവനല്ല, അധികാരമില്ലാത്തവനല്ല, ഒരു ആട്ടിൻകൂട്ടത്തെ മുഴുവൻ മേയിക്കാൻ കെൽപ്പുള്ളവനാണ്. എന്നിട്ടും അവൻ അറുക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മനസ്സിലായോ? അതുകൊണ്ട് ലാംബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കണം, ശക്തി കുറഞ്ഞ ഒരു ജീവി എന്നുള്ളതല്ല. ശക്തി ഉണ്ടായിട്ടും ആ ശക്തിയെ വ്യത്യസ്തമായി ആവിഷ്കരിച്ചവനാണ് ആര്? ക്രിസ്തു. അവൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവാണ്. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവനാണ്. ദൈവത്തിന്റെ പുത്രനാണ്. ദൈവഹിതപ്രകാരം ലോകത്തിൽ വന്നവനാണ്. ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ്. എന്നിട്ടും നമ്മുടെ രക്ഷയ്ക്കും നമ്മുടെ വീണ്ടെടുപ്പിനും വേണ്ടി അവൻ കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്നു. അതാണ് സ്ലെയിൻ ലാംബ്. ഒരു കെനോട്ടിക് സിംബലാണ്. അധികാരമില്ലാത്തവനല്ല, ശക്തി ഇല്ലാത്തവനല്ല, അധികാരവും ശക്തിയും വ്യത്യസ്തമായി ആവിഷ്കരിച്ചവനാണ് ആര്? ഈ കുഞ്ഞാട്. അതാണ് കുഞ്ഞാട് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം. മറ്റൊരു പ്രധാനപ്പെട്ട അർത്ഥം ഈ കുഞ്ഞാടിനെ കുറിച്ചുള്ളത്, ഈ കുഞ്ഞാട് അധികാരത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും ഒരു ബദൽ ആവിഷ്കാരമാണ്. എ കൗണ്ടർ ഇമാജിനേഷൻ ഓഫ് പവർ ആൻഡ് അതോറിറ്റി. മുമ്പേ നമ്മൾ ചർച്ചിനെ കുറിച്ച് പഠിച്ച അതേ ആശയത്തിന്റെ തുടർച്ചയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. കൗണ്ടർ ഇമാജിനേഷൻ ഓഫ് പവർ ആൻഡ് അതോറിറ്റി. ഇവിടെ ബുക്ക് ഓഫ് റെവലേഷൻ 5-ാം അധ്യായം 5-ാം വാക്യം നിങ്ങൾ വായിക്കണം. അവിടെ യേശുവിനെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരും എന്നാണ് സൂചിപ്പിച്ചത്. 2 പദങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹീസ് ഡെപ്പിക്റ്റഡ് ആസ് ലയൺ ആൻഡ് ഹീസ് ഡെപ്പിക്റ്റഡ് ആസ് റൂട്ട്. ഈ ലയണും റൂട്ടും, അതായത് യഹൂദ ഗോത്രത്തിന്റെ സിംഹം എന്ന് പറയുന്നതും ദാവീദിന്റെ വേരെന്ന് പറയുന്നതും പഴയ നിയമത്തിലെ മശിഹായെ കുറിച്ചുള്ള ദർശനമാണ്. മനസ്സിലായോ? അധികാരമുള്ള മശിഹായെ കുറിച്ചുള്ള ദർശനമാണ്. പക്ഷെ വെളിപാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതേ മശിഹ തന്നെയാണ്. പക്ഷെ ആ മശിഹ എന്താണെന്ന് അറിയാമോ? വ്യത്യസ്തമായി അധികാരം ആവിഷ്കരിച്ചു. അതുകൊണ്ടാണ് ലയൺ ആരായി മാറുകയാണെന്നറിയാം? ലാംബായി മാറുകയാണ്. നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. വെളിപാട് പുസ്തകം അവതരിപ്പിക്കുന്ന ക്രിസ്റ്റോളജി എന്താണെന്ന് ചോദിച്ചാൽ ലയൺ ആരായി മാറുന്നു? ലാംബായി മാറുന്നു. ഈസ് ഇറ്റ് പോസിബിൾ? പറ്റുമോ? ഒരു സിംഹത്തിന് കുഞ്ഞാടായി മാറാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല, അല്ലെ? എങ്ങനെ ഒരു സിംഹത്തിന് കുഞ്ഞാടായി മാറാൻ പറ്റും? എന്നാൽ വെളിപാട് പുസ്തകം അവതരിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ യുണീക്നെസ് എന്താണെന്ന് ചോദിച്ചാൽ, വെളിപാട് പുസ്തകം പ്രവചന പുസ്തകങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് എന്താ പറയുന്നത് അറിയാമോ? അവൻ ലയണാണ്, യഹൂദ ഗോത്രത്തിന്റെ സിംഹമാണ്. പക്ഷെ അവൻ ആരായി മാറിയെന്നറിയാമോ? കുഞ്ഞാടായിട്ട് മാറി. എങ്ങനെയാണ് ലയൺ ലാംബായിട്ട് മാറുന്നത്? അതുകൊണ്ട് പുതിയ നിയമം പഠിപ്പിക്കുന്ന ഞങ്ങൾ പറയും വെളിപാട് പുസ്തകത്തിന്റെ ക്രിസ്റ്റോളജി ലയൺ ലാംബ് ക്രിസ്റ്റോളജിയാണെന്നുള്ളത്. മനസ്സിലായോ? ലയൺ എന്നുള്ളത് എന്തിനെ സൂചിപ്പിക്കുന്നതാണെന്ന് അറിയാമോ? റോയൽ പവറിനെ സൂചിപ്പിക്കുന്നതാണ്. ഒരു രാജാധികാരത്തെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ അധികാരമുള്ള രാജാവായ ക്രിസ്തു ആരായി മാറുകയാണെന്ന് അറിയാമോ? സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരുവനായി മാറുകയാണ്. അവൻ മുറിക്കപ്പെടുകയാണ്, അറുക്കപ്പെടുകയാണ്. ഈ കുഞ്ഞാടിനെ കുറിച്ച് പറയുന്നത് കുഞ്ഞാടിന് 7 കൊമ്പുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. 7 കൊമ്പ്. കൊമ്പ് റോയൽ പവറിനെയാണ് സൂചിപ്പിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൽ 7 പൂർണ്ണതയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഫുൾനെസ് ഓഫ് റോയൽ പവർ ആണ് ആരിലുള്ളത്? കുഞ്ഞാടിലുള്ളത്. മറ്റൊരു കാര്യം പറയുന്നത് ഈ കുഞ്ഞാടിന് 7 കണ്ണുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. 7 കണ്ണ് എന്ന് പറയുന്നത് ഫുൾനെസ് ഓഫ് നോളജ് ആൻഡ് വിസ്ഡം, അറിവിന്റെ പൂർണ്ണത എന്നാണ്. 7 എന്ന് പറയുമ്പോൾ പൂർണ്ണതയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലാംബ് ചെറിയ ആളൊന്നുമല്ല. ആരാണെന്നറിയാമോ? ഫുൾനെസ് ഓഫ് റോയൽ പവർ,
ഫുൾനെസ് ഓഫ് നോളജ് ആൻഡ് വിസ്ഡം, ഇതെല്ലാം ഉള്ളവൻ ആരായി മാറുകയാണെന്ന് അറിയാമോ? അറുക്കപ്പെട്ടവനായി മാറുകയാണ്. നമുക്കൊരു ചെറിയ അധികാര സ്ഥാനത്തിരുന്നാലും ഒരിഞ്ചൊന്ന് താണു കൊടുക്കാൻ നമുക്ക് പറ്റുമോ? എന്നാൽ ഇതാ ലോകത്തിന് മുമ്പിൽ എങ്ങനെയാണ് ഒരു ലയൺ ലാമ്പായി മാറുന്നത് എന്ന് പഠിപ്പിച്ചവനാണ് ക്രിസ്തു. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിലെ ക്രിസ്റ്റോളജിയെ കുറിച്ച് പറയുന്നു, കിങ് സെർവൻ ക്രിസ്റ്റോളജി. അവൻ ഒരേ സമയത്ത് രാജാവാണ്, അതേ സമയത്ത് ആരാണ്? ദാസനും. ദിസ് ഈസ് ദ യൂണിക്നെസ് ഓഫ് ക്രൈസ്റ്റ്. ഇതാണ് ക്രിസ്തുവിന്റെ നിസ്തുലത. ലോകത്തിൽ ആര് നിങ്ങളോട് ചോദിച്ചാലും എന്താണ് ക്രിസ്തുവിന്റെ നിസ്തുലത എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും, അവൻ അധികാരികളുടെ അധികാരിയാണ്, രാജാക്കന്മാരിൽ രാജാവാണ്. എന്നിട്ടും അവനൊരു മനുഷ്യന്റെ പരുപരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു. അവനൊരു ആട്ടിൻകൂട്ടത്തെ മുഴുവൻ മുമ്പിൽ നിന്ന് നയിക്കുവാൻ ത്രാണിയുള്ള ശക്തിയുള്ള അർണിയോണം. എന്നിട്ടും അവൻ ആരായി മാറി? അറുക്കപ്പെട്ട കുഞ്ഞാടായി മാറി. ഈസ് ഇറ്റ് പോസിബിൾ? ഇത് സഭയ്ക്ക് മുമ്പിൽ തരുന്ന പാഠം എത്ര വലിയ പാഠമാണ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് ഈ ഒരു ആസ്പെക്ട് വെളിപാട് പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ചിന്ത, ഈ കുഞ്ഞാടിനെ അവതരിപ്പിക്കുന്നതിലൂടെ ലോകത്തിന് മുഴുവൻ വിടുതലും വീണ്ടെടുപ്പും നൽകിയത് ഈ ക്രിസ്തുവാണ്, ദൈവമാണ് എന്ന് പഠിപ്പിക്കുക. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന 3 പദങ്ങൾ നമ്മൾ ശ്രദ്ധയോടുകൂടി പഠിക്കണം. ഇത് അല്പം ഗഹനമായ പദങ്ങളാണ്. കാരണം ഗ്രീക്ക് ഭാഷയിൽ എഴുതിയത് കൊണ്ട് നിങ്ങളൊന്നും മനസ്സിലാക്കാൻ, അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ മാത്രം പറയാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന 3 ഗ്രീക്ക് പദങ്ങൾ. ഒന്ന്, ഈ അറുക്കപ്പെട്ട കുഞ്ഞാടിലൂടെ എന്ത് സംഭവിച്ചു, ലോകത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് വെളിപാട് പുസ്തകം നൽകുന്ന മറുപടിയാണ്. ഒന്ന്, എസ്ഫാഗീസ് എന്ന് പറഞ്ഞാൽ നീ അറുക്കപ്പെട്ടു, യുവർ സ്ലൈൻ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രാമാറ്റിക്കൽ കൺസ്ട്രക്ഷൻ ഒരു പ്രത്യേകതയുണ്ട്. അറുക്കപ്പെട്ടത് ഒരിക്കലായി അറുക്കപ്പെട്ടതാണെങ്കിലും ആ അറുക്കപ്പെടലിന് എന്തുണ്ടെന്നറിയാമോ? ദർ ഈസ് എ ലാസ്റ്റിംഗ് ഇമ്പാക്ട്. മനസ്സിലായോ? നീണ്ടു നിൽക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വെളിപാട് പുസ്തകമാണ് ഇത്രയും ദൈവശാസ്ത്രപരമായ സത്യങ്ങൾ പുറത്തു കൊണ്ടിരുന്ന ഒരു വേദപുസ്തക പുസ്തകം. അതായത് യേശുവിനോട് പറയണം, യു ആർ സ്ലെയിൻ, നീ അറുക്കപ്പെട്ടു. പക്ഷെ അറുക്കപ്പെട്ടു എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് കൺസ്ട്രക്ഷനും അതിന്റെ ഗ്രാമറിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഓഫ് ദറ്റ് ആക്ഷൻ. അതുകൊണ്ടാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് ക്രൂശിൽ മരിച്ചതിലൂടെ നമുക്ക് രക്ഷ നൽകി എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ ഇമ്പാക്ട് എന്നുമുണ്ടെന്നറിയാമോ? ഇന്നുമുണ്ട്, നമ്മൾ ജീവിക്കുന്ന ജീവിത പരിസരങ്ങളിലും ഉണ്ട് എന്നാണ് എസ്ഫാഗീസ് എന്ന് പറയുന്ന ആ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം. സോ യേശുവിന്റെ ക്രൂശുമരണത്തിലൂടെ, അവൻ അറുക്കപ്പെട്ടതിലൂടെ ഈ ലോകത്തിന്റെ വിടുതലിന് വേണ്ടി ഒരു ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന സന്ദേശം എത്ര പവർഫുൾ സന്ദേശമാണ്. ഞാൻ പറഞ്ഞല്ലോ, ചക്രവർത്തിയെ ആരെന്ന് വിളിക്കണം? രക്ഷകൻ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞ കാലഘട്ടമാണ്. ചക്രവർത്തിയെ കർത്താവും ദൈവവും എന്ന് വിളിക്കേണ്ട പറഞ്ഞ കാലഘട്ടമാണ്. ഏത് ചക്രവർത്തിയാണ് അണികൾക്ക് വേണ്ടി മുറിവേൽക്കുന്നത്? ഒരു റോമൻ ചക്രവർത്തിയും മുറിവേൽക്കുകയോ രക്തം ചൊരിയുകയോ ചെയ്തിട്ടില്ല. പക്ഷേ യേശു കർത്താവ് അർക്കപ്പെട്ടു. അതിലൂടെ ഈ പ്രപഞ്ചത്തിന്, ഈ ലോകത്തിന് വീണ്ടെടുപ്പ്, എന്നേക്കുമായി സ്ഥായിയായി നിലനിൽക്കുന്ന ഒരു വീണ്ടെടുപ്പിന്റെ അനുഭവം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ദൈവശാസ്ത്രപരമായി അർത്ഥസമ്പുഷ്ടമായ ആശയം പറയുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം. രണ്ടാമതായി അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്താണെന്ന് അറിയാമോ? എഗോറാസാസ് എന്ന് പറഞ്ഞാൽ നീ നിന്റെ ക്രൂശുമരണത്തിലൂടെയും ഉയർത്തെഴുന്നേൽപ്പിലൂടെയും ഒരു ജനത്തെ വിലയ്ക്ക് വാങ്ങി സ്വന്തം മക്കളാക്കി തീർത്തിരിക്കുന്നു എന്നാണ്. വിലയ്ക്ക് വാങ്ങുകയാണ്. ഒരു വില കൊടുക്കണ്ടായോ? നമ്മൾ ഏതൊരു കാര്യത്തിനൊരു, നിങ്ങളൊരു മാർക്കറ്റിൽ പോയി ഒരു സാധനം മേടിക്കുന്നത് വില കൊടുത്തല്ലേ മേടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മുടെ രക്ഷയ്ക്കായിട്ട് ഒരു വലിയ വില കർത്താവ് കൊടുത്തു. ആ വിലയിലൂടെ നമ്മളെ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മൾ ഒരിക്കലെങ്കിലും ഈ ഒരു ആസ്പെക്ട് ചിന്തിച്ചിട്ടുണ്ടോ? യേശു ക്രിസ്തു അറുക്കപ്പെട്ടതിലൂടെ, അറുക്കപ്പെട്ട കുഞ്ഞാടിലൂടെ നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. വി ആർ സോ പ്രഷ്യസ്. നമ്മൾ വളരെ വില കൊടുക്കപ്പെട്ടവരാണ്. നമ്മുടെ ഇന്ന് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കും എല്ലാ സൗഭാഗ്യങ്ങൾക്കും രക്ഷയുടെ സന്തോഷത്തിനും വേണ്ടി യേശു കർത്താവിലൂടെ ഒരിക്കലായി വില നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ അതിന്റെ ഒരു ഊഷ്മളതയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കുമോ? മറ്റൊരു കാര്യം പറയുന്നത് എപ്പിയോസാസ് എന്ന് പറഞ്ഞാൽ അവൻ നമ്മളെ ആരാക്കി മാറ്റി എന്നറിയാമോ? ഒരു കിങ്ഡമാക്കി മാറ്റി, ദൈവമക്കളാക്കി മാറ്റി എന്നാണ് പറയുന്നത്. അതിലൂടെ നമുക്കൊരു ഐഡന്റിറ്റി തരും. റോമൻ സാമ്രാജ്യത്തിൽ ഒരു ഐഡന്റിറ്റിയും ഇല്ലാത്ത ക്രിസ്തു വിശ്വാസികളോടാണ് പറയുന്നത്, യേശു കർത്താവ് തന്റെ ക്രൂശ് മരണത്തിലൂടെ നിങ്ങളെ ദൈവജനമാക്കി മാറ്റിയിരിക്കുകയാണ്, നിങ്ങൾക്കൊരു ഐഡന്റിറ്റി നൽകിയിരിക്കുകയാണ്, നിങ്ങൾക്കൊരു സബ്ജക്റ്റിവിറ്റി നൽകിയിരിക്കുകയാണ് എന്നാണ്. നമ്മുടെ സമയം ഏകദേശം തീർന്നു വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരാസ്പെക്റ്റൂടെ പറയാം, എന്നിട്ട് നമുക്ക് മറ്റൊരു മേഖലയുടെ പഠിക്കാനുണ്ട്. അത് പിന്നീട് എപ്പോഴേലും സമയം ലഭിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറയുന്നതിലൂടെ, സ്ലെയിൻ ലാംബ് എന്ന് പറയുന്നതിലൂടെ സിംബൽ ഓഫ് നോൺ വയലന്റ് റെസിസ്റ്റൻസ്. നമുക്കറിയാം റോമൻ സാമ്രാജ്യത്തിലൂടെ പലതരത്തിലുള്ള ഉപദ്രവങ്ങളും പീഡനങ്ങളും നമുക്ക് നടക്കുന്നു. എന്നാൽ അതിനെ ക്രിസ്തുവിശ്വാസികൾ എങ്ങനെയാണ് പ്രതിരോധിക്കുക? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാളെടുത്ത് നമുക്ക് പോരാടാൻ പറ്റുമോ? ഇല്ല.
അതിനു പകരം യേശു കർത്താവ് എങ്ങനെയാണോ തിന്മയുടെയും പാപത്തിന്റെയും ഘടനകളോട് പോരാടിയത്, അതേ ശൈലി മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് സ്ലെയിൻ ലാമ്പിന്റെ ഒരു ആക്ഷനും ആക്ടിവിറ്റിയും നോൺ വയലന്റ് റെസിസ്റ്റൻസ്. അതുകൊണ്ട് ഒരു നോൺ വയലന്റ് റെസിസ്റ്റൻസിലൂടെ നമുക്ക് മുമ്പോട്ട് പോകണം. അതാണ് ക്രിസ്തു വിശ്വാസികളുടെ ഒരു ജീവിത ശൈലി. അതുകൊണ്ട് വയലൻസ് ഓഫ് റോമിൻ, മനസ്സിലായോ? റോമൻ സാമ്രാജ്യത്തിന്റെ ആക്രമണോത്സുകമായ സാഹചര്യത്തെ നമ്മൾ പ്രതിരോധിക്കേണ്ടത് ഒരു നോൺ വയലന്റിന്റെ സന്ദേശത്തിലൂടെ. അതിനൊരു മാതൃകയാണ് ആര്? അറുക്കപ്പെട്ടത്. അതുകൊണ്ട് മറ്റൊരു പുസ്തകത്തിലും, വേദപുസ്തകത്തിലെ ഒരു പുസ്തകത്തിലും പരാമർശിക്കാത്ത ഈ സ്ലെയിൻ ലാമ്പ് എന്ന് പറയുന്ന പ്രമേയം വെളിപാട് പുസ്തകത്തിന്റെ വളരെ നിസ്തുലമായ ഒരു പ്രമേയമാണ്. സ്ലെയിൻ ലാമ്പ് എന്ന് പറഞ്ഞാൽ അത് സ്വയശൂന്യവൽക്കരണത്തിന്റെ അടയാളമാണ്. സ്ലെയിൻ ലാമ്പ് എപ്പോഴും അധികാര ശക്തിയുമുള്ളവനാണ്. പക്ഷെ അത് വ്യത്യസ്തമായി ആവിഷ്കരിച്ചതിലൂടെ നമുക്കൊരു പാഠം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സ്ലെയിൻ ലാമ്പിന്റെ ക്രൂശ് മരണത്തിലൂടെ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഒരു വിടുതലും വീണ്ടെടുപ്പും നൽകിയിരിക്കുകയാണ്. അവൻ ക്രൂശിൽ മരിച്ചതിന്റെ ഒരു ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഇന്നും നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ യേശുവിന്റെ ക്രൂശ് മരണത്തെ ഇന്നും ധ്യാനിക്കുന്നതും കുരിശിന്റെ ചുവട്ടിൽ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുന്നു. അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് വി ആർ പർച്ചേസ്ഡ് കമ്മ്യൂണിറ്റി ബൈ ഗിവിങ് എ സോളിഡ് ലൈഫ്. വളരെ ശ്രദ്ധേയമായ ഒരു ജീവൻ നൽകി വീണ്ടെടുക്കപ്പെട്ടവരുടെ ഒരു സംഘമാണ് നമ്മൾ. നമ്മളെ ഒരു അഭിമാനപൂർവ്വമുള്ള ഒരു ദൈവരാജ്യത്തിന്റെ ഭാഗമാക്കി അവൻ തീർത്തിരിക്കുന്നു എന്നുള്ള അഭിമാന ബോധം നമുക്ക് തരുന്ന സന്ദേശമാണ് സ്ലെയിൻ ലാമ്പ്. അതിലുപരിയായി ഒരു നോൺ വയലന്റിന്റെ സിംബലാണ് സ്ലെയിൻ ലാമ്പ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കിനിയും ഒരു മേഖലയോട് ഇതിനകത്ത് പഠിക്കാനുണ്ട്. അതോടെ പഠിച്ചെങ്കിലേ നമുക്ക് ഈ ഭാഗം പൂർണ്ണമാകുകയുള്ളൂ. അതിന് ഇപ്പോൾ സമയമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അതിനെ തുടർന്ന് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒരു ആസ്പെക്റ്റോടെ പഠിക്കാനുണ്ട്. ഒരു ആസ്പെക്റ്റ് അല്ല കേട്ടോ, വെളിപാട് പുസ്തകത്തിൽ 10-30 പ്രമേയങ്ങളുണ്ട്. അതിൽ 2-3 പ്രമേയങ്ങളെ നമ്മുടെ ഈ ഷോർട്ട് ക്ലാസ്സിൽ പഠിക്കാൻ പറ്റത്തുള്ളൂ. അതിലൊരു പ്രധാനപ്പെട്ട പ്രമേയം എസ്കറ്റോളജിയാണ്. നമ്മൾ എക്ലീസിയോളജി പഠിച്ചു കഴിഞ്ഞു, ക്രിസ്റ്റോളജിയും പഠിച്ചു കഴിഞ്ഞു. എസ്കറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ് യുഗാന്ത്യത്തിൽ സംഭവിക്കുന്നത്. അവിടെയാണ് പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരൂശലേം എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ വരുന്നത്. അതും നമുക്കൊരു ക്ലാസ്സിനുള്ള വിഭവങ്ങളുണ്ട്. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒരു അവസരം ലഭിക്കുമ്പോൾ ആ ക്ലാസ് എടുക്കാം എന്ന് വിചാരിക്കുന്നു. അച്ഛാ, ഇന്നത്തെ സമയം കഴിഞ്ഞു എന്നാണ് എന്റെ വിചാരം. ചോദ്യങ്ങളുണ്ടോ?